വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أشهد يا رسول الله أنك قد بلغت الرسالة وأديت الأمانة ونصحت الأمة تركتهم على المحجة البيضاء فجزاك الله ما هو أهلك وأعطاك الله سؤلك وصلى الله وسلم عليك يا سيدي يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومنهم من يقول ربنا آتنا في الدنيا حسنة ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أولئك لهم نصيب مما كسبوا والله سريع الحساب. വേദിയിലുള്ള ആദരണീയനായ ഉസ്താദ് അവറുകളെ, സദസ്സിലുള്ള എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, സഹോദരിമാർ, യുവസുഹൃത്തുക്കൾ, സ്നേഹനിധികളായ വിദ്യാർത്ഥിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഖൈറും നിഅമത്തും ഐക്യവും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാനസികമായ അകലങ്ങളെ വെട്ടിക്കുറച്ച് പരിഭാവനമായ സത്യപന്ഥാവിലൂടെ സഞ്ചരിച്ച് അനുഗ്രഹാശിസുകൾ നിറഞ്ഞ സ്വർഗീയ ഭവനത്തിൽ സംഗമിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. സ്വർഗത്തിലെത്തുന്നവർ തന്റെ കൂട്ടുകാരെവിടെ എന്ന് റബ്ബിനോട് ചോദിക്കുന്നുണ്ട്. അവരെ കൂടെ സ്വർഗത്തിലേക്ക് എത്തിക്കണമെന്ന ആശ അവരുടെ ചോദ്യത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുന്നു, അവർ നരകത്തിലാണ്. വേണ്ട അളവിൽ നന്മ അവരുടെ മീസാനിൽ വന്നു കണ്ടില്ല. അവരിപ്പോ നരകത്തിലുണ്ട്. നിങ്ങൾക്ക് പോയി എന്റെ പെർമിഷനോടെ കൊണ്ടുവരാം. പക്ഷേ ഒരു കണ്ടീഷൻ, ഒരു സമയെങ്കിലും ഇൽമിന്റെ മജ്ലിസിൽ അവർ ഒരുമിച്ച് നിങ്ങളോടൊന്നിച്ച് ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പെർമിഷൻ തരുന്നു, അവരെ സ്വർഗത്തിലേക്ക് നിങ്ങളോടൊപ്പം കൊണ്ടുവരാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗനിവാസികളോട് പറയാം. മജ്ലിസിൽ ഇൽമിനോട് ഓരം ചേർന്ന് നിൽക്കുക, അത് നാളെ സ്വർഗത്തിലേക്കുള്ള മനോഹരമായ അവസരത്തിന് ആക്കം കൂട്ടുന്നതാണ് എന്നെന്റെ പ്രിയപ്പെട്ട ദൂരദിക്കുകളിൽ നിന്ന് ശബ്ദം ശ്രവിക്കുന്നവരോട് ഓർമ്മപ്പെടുത്തുക. നന്മയോട് അല്ലാഹു പറഞ്ഞു, ഞാൻ ഈ ദീനിനെ നിലനിർത്തുക തന്നെ ചെയ്യും. ഞാൻ എന്റെ ആധാറുകളെ
നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. ആര് കുരച്ചാലും ഞാൻ അതിനെ ഖിയാമത്ത് നാളോളം നിലനിർത്തുക തന്നെ ചെയ്യും. അതിലാണ് നിങ്ങളുടെ നന്മയെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്റെ വിഷയം അതൊന്നുമല്ല. പരിശുദ്ധ ഖുർആൻ അൽ ബഖറ സൂറത്തിന്റെ 201-ാമത്തെ ആയത്തിൽ ഇങ്ങനെ പറയുന്നു: وَمِنَ النَّاسِ مَن يَقُولُ رَبَّنَا آتِنَا فِي الدُّنْيَا. ദുനിയാവ് അല്ലാഹുവേ എനിക്ക് തരണം, ഞങ്ങൾക്ക് തരണം. وَمَا لَهُ فِي الْآخِرَةِ وَمَا لَهُ فِي الْآخِرَةِ مِنْ خَلَاقٍ. ദുനിയാവ് മാത്രം റബ്ബിനോട് ചോദിക്കുന്ന ആളുകളെ കുറിച്ച്, നാളത്തെ ലോകത്തെക്കുറിച്ച് വിശ്വാസമില്ലവർക്ക് ദുനിയാവ് മാത്രം ലഭ്യമായാൽ മതി. വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. അവർക്ക് ഒരു വിഹിതവും നാളത്തെ ലോകത്ത് ലഭ്യമാവില്ല. അവർക്ക് അവിടത്തെ ഒരു വിഹിതവുമില്ല. ദുനിയാവ് മാത്രം മതി എന്ന് വിചാരിക്കുന്നവർ അള്ളാഹുവിനോട് ചോദിക്കുന്നവരുണ്ട്. وَمِنْهُمْ مَنْ يَقُولُ رَبَّنَا. എന്നാൽ ജനങ്ങളിൽ ഇങ്ങനെ ചോദിക്കുന്നവരുമുണ്ട്: റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനാ. ദുനിയാവിൽ നന്മ തരണേ റബ്ബേ. നേരത്തെ ചോദിച്ചവർക്ക് നന്മയൊന്നും ആവശ്യമില്ല, ദുനിയാവ് തരണം എന്നേ അവർ ചോദിക്കുന്നുള്ളൂ. ദുനിയാവിലെ ഖൈറെന്ന് പോലും അവർ സ്പെഷ്യലൈസ് ചെയ്യുന്നില്ല, ദുനിയാവ് അങ്ങോട്ട് കിട്ടിയാൽ മതി. എന്നാൽ ജനങ്ങളിലുണ്ട്: റബ്ബനാ, രക്ഷിതാവേ, ആതിനാ ഫിദ്ദുനിയാ ഹസന, ദുനിയാവിൽ ഹസനത്ത് ഞങ്ങൾക്ക് തരണമെന്ന് പറയുന്നവർ. വഫിൽ ആഖിറതി ഹസന, ആഖിറത്തിലും നന്മ ലഭ്യമാവാൻ പ്രാർത്ഥന നടത്തുന്നവർ അതേ മനുഷ്യരിൽ തന്നെയുണ്ട്. വഖിനാ അദാബന്നാർ, നരകാഗ്നിയിൽ നിന്നും പ്രൊട്ടക്ഷനും തരണേ റബ്ബേ എന്ന് ചോദിക്കുന്നവർ. ഉലൈക ലഹും നസീബും മിമ്മാ കസബൂ, അവർ ചെയ്ത ആമാലുകളുടെ വിഹിതം, നന്മയുടെ കൂലി അവർക്കുണ്ട്. വല്ലാഹു സരീഉൽ ഹിസാബ്, അല്ലാഹു പെട്ടെന്ന് ഹിസാബ് എടുക്കുന്നവനാണ്. അപ്പൊ ദുനിയാവും വേണം ഒരു മുസ്ലിമിന്, ഒരു വിശ്വാസിക്ക് ആഖിറവും വേണം. രണ്ടും ആവശ്യമാണ്. ചിലരുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ആദ്യ ആയത്തിൽ പറഞ്ഞ പോലെ ദുനിയാവ് മാത്രം മതി, ആഖിറത്തിൽ ഒരു വിശ്വാസമില്ല. ഒരു മുസ്ലിമിന്, യഥാർത്ഥ മുസ്ലിമിന് രണ്ടും അത്യാവശ്യമാണ്. ദുനിയാവ് വേണം, അതൊഴിവാക്കി വലിയ സൂഫിയാവണ്ട. ദുനിയാവൊന്നും വേണ്ട, ആഖിറം മാത്രം. അങ്ങനെങ്കിൽ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അള്ളാന്റെ ഹബീബ് നിസ്കാര ശേഷം, പ്രത്യേകിച്ച് ഫർള് നിസ്കാര ശേഷം ഈ പ്രാർത്ഥന നടത്താതെ എണീറ്റ് പോയിട്ടുണ്ടായിരുന്നില്ല. ഏതാണത്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനാ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇത് പ്രാർത്ഥിക്കാതെ ഒരു ഫർള് നിസ്കാര ശേഷവും ഹബീബ് എണീറ്റ് പോയിട്ടുണ്ടായിരുന്നില്ല. രണ്ടും അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങുന്നു. ഇസ്ലാം രണ്ടിനും എടുക്കാൻ, ധാരാളം എന്നോ തീരെ വേണ്ട എന്നല്ല, ഇഖ്തിസാദിയ. ഖൈറുൽ ഉമൂരി ഔസതുഹാ, ഏതൊന്നിന്റെയും മധ്യമാണ് നല്ലത്. ഇസ്ലാം പിടിക്കുന്നതും മധ്യത്തിലാണ്, സെൻട്രാണ്. ഏറ്റവും കൂടുതൽ ഉണ്ടാവട്ടെ എന്നല്ല, തീരെ പാപ്പരാവട്ടെ എന്നുമല്ല. സമ്പത്തായാലും ഏത് വിഷയമായാലും
മനോഹരമായി അടിച്ചു വീശുന്ന മന്ദമാരുതൻ അത് കൊടുങ്കാറ്റായാൽ വിഷയമാണ്, അത് അപകടമാണ്. തീരെ കാറ്റടിച്ചില്ലെങ്കിലും അപകടമാണ്. ചില പരാഗണങ്ങൾ, ചില നന്മകൾ നടക്കണമെങ്കിൽ, ചില കുലകൾ കായ്ക്കണമെങ്കിൽ, ചില പുഷ്പങ്ങൾ പുഷ്പിക്കണമെങ്കിൽ, ചില കായ്കനികൾ ഉണ്ടാവണമെങ്കിൽ കാറ്റ് അത്യാവശ്യമാണ്. അധികമായാലും അപകടം, കുറഞ്ഞാലും അപകടം. മഴയോ കൂടിപ്പോയാൽ പ്രളയമാണ്, തീരെയില്ലെങ്കിൽ ക്ഷാമമാണ്. രണ്ടും അപകടം. അതുപോലെ പരിശുദ്ധ ഇസ്ലാം നിലനിൽക്കുന്നത് രണ്ടിനും ഇടക്കാണ്. ഖൈറുൽ ഉമൂരി ഔസതുഹാ. ഏതൊരു വിഷയത്തിന്റെയും സെന്ററാണ് നല്ലത് എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. ഇസ്ലാം ചില കാര്യങ്ങളൊക്കെ വലിക്കും. ഇസ്ലാമിന് നല്ലോണം നടക്കണമെന്ന് ഇഷ്ടമല്ല, അങ്ങനെ പറയാം. അള്ളാന്റെ ഹബീബ് ഭക്ഷണത്തിന് വേണ്ടി സമ്പത്ത് ചിലവഴിച്ചതിനേക്കാൾ പെർഫ്യൂമിന് വേണ്ടി ചിലവഴിച്ചിരുന്നുവെന്ന് അള്ളാന്റെ ഹബീബിന്റെ സിറയിൽ കാണുന്നുണ്ട്. ഭക്ഷണത്തെ പോലെ തന്നെ പെർഫ്യൂംഡ് ആയിരുന്നു ഹബീബ്. സ്വയം തന്നെ നബി പെർഫ്യൂംഡാണ്. പിന്നെ പെർഫ്യൂം കൂടുതലായിട്ട് വാങ്ങുകയും ചെയ്തിരുന്നു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സംസാരാണെങ്കിലും അങ്ങനെ തന്നെ, വെറും നാടൻ സംസാരമല്ല. ചില ഹബീബിന്റെ ഹദീസ് കൊണ്ട് വായിച്ചാൽ വളരെ മനോഹരമാണ്. അപ്പൊ ഇസ്ലാം ഒന്നിനും അന്യമല്ല, എല്ലാം വേണമെന്നിടത്താണ് പരിശുദ്ധ ഇസ്ലാം. സമ്പത്തായാലും തീരെ വേണ്ട എന്നല്ല, അതിൽ ഇസ്രാഫ് വരുമ്പോഴാണ് വിഷയാവസ്ഥ. വബ്തഗി ഫീമാ ആതാകല്ലാഹ് അദ്ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ്ദുനിയാ وأحسن كما أحسن الله إليك ولا تبع الفساد في الأرض إن الله لا يحب المفسدين وابتغي فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا. ദുനിയാവിന്റെ വിഹിതം നേടിയെടുക്കാൻ നീ മറന്നു പോകരുത്. വലാ തൻസ, നീ മറന്നു പോവല്ലേ. നസീബക മിനദ് ദുനിയ, ദുനിയാവിന്റെ വിഹിതം കൈപ്പറ്റുന്നതിൽ മറന്നു പോവല്ല. അപ്പൊ എടുക്കാം എന്നല്ല, എടുക്കുന്നതിൽ നിന്ന് നീ മറന്നു പോവാൻ പാടില്ല. അപ്പൊ ദുനിയാവ് വേണമെങ്കിൽ ആയിക്കൊള്ളൂ എന്ന് പോലുമല്ല സൂറത്തുൽ ഖസസിൽ അള്ളാന്റെ പരിശുദ്ധ കലാം പറയുന്നത്. വലാ തൻസ, എടുക്കാൻ മറന്നു പോയല്ലേ, പക്ഷെ നസീബക്, നിന്റെ വിഹിതം മതി. ലോകം കണ്ട ഏറ്റവും വലിയ ധനാഢ്യന്മാരായിരുന്നു സയ്യിദുനാ ദാവൂദ്, സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. സുലൈമാൻ നബിയും ദാവൂദ് നബിയും, രണ്ട് നബിമാരും ലോകം കണ്ട ഏറ്റവും വലിയ ധനാഢ്യനാണ്. നാളെ മഹ്ശറയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പണക്കാരനെ കൊണ്ടുവരുന്നുണ്ട്. ആ മനുഷ്യനോട് അല്ലാഹു ചോദിക്കുന്നുണ്ട്, നീ എന്നെ മറന്നുവല്ലേ? ഒരുപാട് സമ്പത്ത് ഞാൻ നിനക്ക് അക്കൗണ്ടിൽ ഫില്ല് ചെയ്ത് തന്നില്ലായിരുന്നു. ഒരുപാട് പറമ്പുകൾ, ഒരുപാട് ടാക്സികൾ, ഒരുപാട് ബിസിനസ് ഷെയറുകൾ ഞാൻ നിനക്ക് തന്നില്ലേ? നീ എന്നെ മറന്നുവല്ലേ എന്ന് അല്ലാഹു നാളെ ആ ധനാഢ്യനെ മഹ്ശറയിൽ വെച്ച് ചോദ്യം ചെയ്യുമ്പോ ആ മനുഷ്യൻ അല്ലാഹുവിനോട് പറയുന്നുണ്ട്, അൻത അനൈതനി, നീയല്ലേ എന്നെ ധനാഢ്യനാക്കിയത്, നീ എന്നെ ധനാഢ്യനാക്കി. ആ ബിസിനസ് ഷെയറിൽ ഞാൻ ഓടി നടന്നു. ഒരു സമയം കിട്ടിയില്ല പള്ളിയിൽ വരാൻ, ഒരു സമയം കിട്ടിയില്ല ഇൽമിന്റെ മജ്‌ലിസിൽ വന്നിരിക്കാൻ. നീയല്ലേ എന്നെ ധനാഢ്യനാക്കിയത്. പൈസക്കാരനായി സമയമില്ലായ്മക്ക് നീ തന്നെ തുടക്കം കുറിച്ചിട്ട് ഇന്നെന്നെ കണ്ടില്ല, നന്മയുടെ സദസ്സിലൊന്നും കണ്ടില്ലല്ലേ എന്നോട് ചോദിക്കുകയാണോ എന്നയാൾ അല്ലാഹുവിനോട്.
അള്ളാഹു തിരിച്ചു ചോദിക്കുന്നുണ്ട് ആ മനുഷ്യനോട്, ഞാൻ തന്ന സമ്പത്താണല്ലേ നിന്നെ നന്മയിലേക്ക് എത്താൻ വൈകിപ്പിച്ചത്, നിന്നെ ഇൽമിന്റെ സദസ്സിലേക്ക് എത്താൻ, കടയുടെ ഷട്ടർ താഴ്ത്താൻ നിനക്ക് സമയം ലഭ്യമാവാതിരുന്നത് നീ ഒരു ഷോപ്പ് കീപ്പർ ആയിരുന്നത് കൊണ്ടല്ലേ? അതല്ലേ എന്റെ വിഷയം? എങ്കിൽ നീ ദുനിയാവുമായിട്ട് ബിസിയായല്ലേ? എന്നാൽ സുലൈമാൻ, നീ സുലൈമാൻ നബിയെക്കാളും വലിയ ധനാഢ്യനൊന്നുമല്ലല്ലോ. നിനക്ക് ഷോപ്പ് ഉണ്ടായത് കൊണ്ട് വാലിനോ കറക്റ്റ് ജമാഅത്തിനോ എത്താൻ പറ്റിയില്ലല്ലേ? എന്നാൽ നീ സുലൈമാൻ നബിയെക്കാളും വലിയ ധനാഢ്യനൊന്നല്ലല്ലോ. സയ്യിദുനാ സുലൈമാൻ ഒരുപാട് നന്മകൾ ചെയ്തു പോയി, ഒരുപാട് നാടുകളുടെ അധിപനായിരുന്നിട്ട്, നബിയായിരുന്നിട്ട്, വലിയ ധനാഢ്യനായിരുന്നിട്ട്, ജിന്നുകളും ഇൻസുകളും അടങ്ങുന്ന ഒരു വലിയ ലേബർ ബറ്റാലിയൻ തന്നെ സുലൈമാൻ നബിക്കുണ്ടായിരുന്നിട്ട്, ആ സുലൈമാൻ നബി എന്നെ മറന്നുപോയിട്ടില്ല, എന്റെ വക്തുകൾ, എന്റെ ഫർള് നിസ്കാര സമയങ്ങളെ മറന്നുപോയിട്ടില്ല, എന്റെ സക്കാത്ത് മറന്നുപോയിട്ടില്ല, എന്റെ കുടുംബത്തെ മറന്നുപോയിട്ടില്ല. സയ്യിദുനാ സുലൈമാൻ അൻത അനാ മിൻ സുലൈമാൻ, നീ സുലൈമാൻ നബിയെക്കാളും വലിയ ധനാഢ്യനൊന്നുമായിരുന്നില്ലല്ലോ. ഏറ്റവും വലിയ ധനാഢ്യനാണ് സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം. ജോർദാൻ, സിറിയ, ഫലസ്തീൻ അടക്കമുള്ള പ്രദേശങ്ങളിൽ അറിയപ്പെട്ട വലിയ പണക്കാരനായിരുന്നവല്ലോ സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ദാവൂദ് നബി അലൈഹിസ്സലാം സ്വയം അധ്വാനിച്ച് കിട്ടുന്ന കാശ് കൊണ്ടാണ് ഭക്ഷണം കഴിച്ചിരുന്നത് എന്ന് അള്ളാന്റെ ഹബീബ് നമ്മോട് വിളിച്ചു പറഞ്ഞു. വലാ യഅകുലു ഇല്ലാ മിൻ അമലി യദൈഹി, അധ്വാനിച്ച കാശുകൊണ്ട്, സമ്പാദിച്ച കാശുകൊണ്ട് ഭക്ഷണം വാങ്ങി കഴിച്ചു സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആരാണ്? ജോർദാൻ, സിറിയ, ഫലസ്തീൻ അടക്കമുള്ള പ്രദേശങ്ങളിൽ അറിയപ്പെട്ട ഏറ്റവും വലിയ ധനാഢ്യൻ സയ്യിദുനാ ദാവൂദ്. രണ്ട് പ്രവാചകന്മാരും അലൈഹിസ്സലാത്തു വസ്സലാം വലിയ ആളുകളായിരുന്നു, വലിയ പൈസക്കാരനായിരുന്നു. പക്ഷെ അള്ളാഹനെ മറന്നില്ല. സമ്പത്ത് പരീക്ഷണമോ അനുഗ്രഹമോ? ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പടയങ്കി നിർമ്മിക്കുമായിരുന്നു. സയ്യിദുനാ ലുഖ്മാൻ ഒരു ദിവസം കടന്നു വരുമ്പോ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പടയങ്കി നിർമ്മിക്കുകയായിരുന്നു. അതുണ്ടാക്കാൻ സ്വയം കൈകൊണ്ട് ഇഷ്ടം പോലെ കാശുണ്ട്, പണിക്കാരും വേറെയുണ്ട്, നബിയുമാണ്. എന്നാലും ജോലിയെടുത്തു സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം. ഷാമിൽ നിന്ന് 20,000-ഓളം കുതിരകളാണ് അല്ലാഹുവിന് വേണ്ടി, വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി, മതത്തിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത്. ഷാമിൽ നിന്ന് സുലൈമാൻ നബിയുടെ കാലത്ത് 20,000 ഒട്ടകങ്ങളെ. സുലൈമാൻ നബിക്ക് ഷാമിൽ നിന്ന് ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് 20,000 ഒട്ടകങ്ങളെ കൊണ്ടുവന്നു. ജോലിക്കാരെ വിളിച്ചു, കുതിര സവാരിക്കാരെ വിളിച്ചു, കുതിര പടയാളികളെ വിളിച്ചു. 20,000 ഏതാണ് നല്ലത് ഒന്ന് സെലക്ട് ചെയ്യൂ. സുലൈമാൻ നബി തൊട്ടു മുമ്പിലിരുന്നു. എല്ലാ കുതിരപ്പടയാളികളും അവർക്ക് അനുയോജ്യമായ കുതിരയെടുത്തു. യുദ്ധക്കളത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വിശാലമായ മൈതാനത്തിൽ ഓട്ടി നോക്കുകയുണ്ടായി, സവാരി ചെയ്യുകയുണ്ടായി. സുലൈമാൻ നബി ആനന്ദത്തോടെ നോക്കി നിന്നു. അങ്ങനെ നോക്കി നിന്നതിനിടക്ക് അസറിന്റെ സമയം കഴിഞ്ഞുപോയി, അസർ കളായി പോയി. എന്താണ് സുലൈമാൻ നബി ചെയ്തതെന്നറിയോ? ഫതസദ്ദഖ ബിഹാ, എന്റെ നിസ്കാരം പായാവാൻ, കളാവാൻ കാരണമായ മഞ്ചുള്ള കുതിരകളെ ഇനി വേണ്ട, എല്ലാം അതിന്റെ പ്രായശ്ചിത്തമായി ഞാൻ അല്ലാഹുവിലേക്ക് സദഖ ചെയ്യുന്നു എന്ന് പറഞ്ഞ സയ്യിദുനാ സുലൈമാൻ. അവർക്ക് സമ്പത്തിനോട് അത്രയേ ഉള്ളൂ. രണ്ട് ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ ധനത്തിന്. ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബ. 4 കാര്യങ്ങൾക്ക് മറുപടി പറയാതെ നാളെ മഹ്ശറയിൽ ഒരു സ്റ്റെപ്പ് പോലും ഫ്രണ്ടിലേക്ക് എടുത്തു വെക്കാൻ സാധ്യമല്ല. 4 കാര്യങ്ങൾക്ക് മറുപടി പറയാതെ. ഒന്ന്, വാൻ ശബാബി, നിന്റെ യുവത്വം എങ്ങനെ ചിലവഴിച്ചു എന്ന്.
നാടിന്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ചിലവഴിച്ചത്? വാൻ ശബാബ്, എങ്ങനെയാണ് മോനെ നീ നിന്റെ ആയുസ് ചിലവഴിച്ചത് എന്നല്ല, നിന്റെ സ്പെഷ്യലൈസ് ചെയ്ത 15-ന്റെയും 40-ന്റെയും ഇടയ്ക്കുള്ള വിശാലമായ സമയത്ത് നീ എങ്ങനെ ചിലവഴിച്ചു എന്ന് നാളെ ചോദ്യം ചോദിക്കും. എന്താ പറയാൻ പറ്റുക? എങ്ങനെയാണ് നിന്റെ മൊത്തത്തിൽ ജനറലായി നീ എങ്ങനെയാണ് നിന്റെ 60 വയസ്സ് ചിലവഴിച്ചത് എന്ന് മൊത്തത്തിലും ചോദിക്കാൻ, ഇടയ്ക്ക് സ്പെഷ്യലൈസ് ചെയ്ത അല്ലാഹു തആല ചോദിക്കാൻ, നിന്റെ ആ മനോഹരമായ ആരോഗ്യ ദൃഢഗാത്രതയുള്ള ചോരത്തിളപ്പുള്ള യുവത്വം നീ എങ്ങനെ ചിലവഴിച്ചു? നിനക്കൊരുപാട് സർട്ടിഫിക്കറ്റുകൾ കയ്യിലുണ്ടല്ലോ. മദ്രസയുടെ 10ാം ക്ലാസ് പ്ലസ് 2 വരെ പഠിച്ച ആ ഒരു യോഗ്യതയുള്ള അമലാണോ, ജോലിയാണോ, ഹിക്മത്താണോ നീ നാട്ടിൽ നടപ്പാക്കിയത്? നാളെ അല്ലാഹു നിന്നോട് ചോദ്യം ചെയ്യുന്നുണ്ട്. എങ്ങനെയാ സമ്പത്ത് വിനിയോഗിച്ചത്? എങ്ങനെയാ നീ നിന്റെ ധനം വിനിയോഗിച്ചത്? മിൻ ഐനക്തസബഹു, 2 ചോദ്യമാണ്. 4 ചോദ്യങ്ങളിൽ ഒരു സമ്പത്തിന് വേണ്ടി മാത്രം അല്ലാഹു 2 ചോദ്യം ഉപചോദ്യമാക്കി. ആയുസ് എങ്ങനെ ചിലവഴിച്ചു? അതിനൊറ്റ ചോദ്യമാണ്. നിന്റെ യുവത്വം എങ്ങനെ ചിലവഴിച്ചു? അതും ഒരു ചോദ്യത്തിൽ തീരുകയാണ്. നിന്റെ ഇൽമ് നീ എങ്ങനെയാണ് കൊണ്ടു നടന്നത്? അതും നാഫിയായി കിട്ടിയിരുന്നു. 3ാമത്തെ ചോദ്യത്തിനും ഉപചോദ്യങ്ങളില്ല. എന്നാൽ സമ്പത്തിന് 2 ഉപചോദ്യങ്ങളാണ്. മിൻ ഐനക്തസബ, നീ എങ്ങനെയാണത് നേടിയത്? എങ്ങനെയാണ് നീ അത് ഏൺ ചെയ്തത്? സമ്പാദിച്ചത് എങ്ങനെ? വഫീമാ അൻഫഖാ, അൽ ജമാഅത്തു റഹ്മത്തുൻ വൽ ഫിർഖത്തു അദാബ്. പകലന്തിയോളം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ആരോഗ്യം ഉപയോഗപ്പെടുത്തിയിട്ട് സമ്പാദിച്ചത് രാത്രിയിൽ നാടിന്റെ ഐക്യം തകർക്കാനുള്ള ഫോൺ കോൾ ചെയ്യാനാണോ, റീചാർജിനാണോ ഉപയോഗപ്പെടുത്തിയത്? വഫീമാ എവിടെ കൊണ്ടുപോയാണ് നീ നിന്റെ സമ്പത്ത് വിനിയോഗിച്ചത് എന്ന ഉപചോദ്യം നാളെ അല്ലാഹു നിന്നോട് ചോദിക്കുന്നുണ്ട്. സമ്പത്ത് നിസ്സാരമല്ല, വളരെ വലിയ വിഷയമാണ്. വയലുൽ ലികുല്ലി ഹുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലുഹു അഖ്ലദ കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമാ വമാ അദ്റാക മൽ ഹുതമാ നാറുല്ലാഹിൽ മൂഖദാ. കുത്തുവാക്കുകൾ പറയുന്നവരെ, നിങ്ങൾക്ക് വൈലെന്ന നരകമുണ്ട്. കുത്തുവാക്കുകൾ പറയാ. അല്ലദീ ജമഅ മാലൻ വഅദ്ദദ, സമ്പത്ത് ഒരുമിച്ച് കൂട്ടുകയും പിന്നെ അത് എണ്ണി തിട്ടപ്പെടുത്തുകയും ചെയ്യുന്നവരെ, നിങ്ങൾക്കും വൈലെന്ന നരകമുണ്ട്. വെറുതെ ATM പോയിട്ട് കാർഡിട്ട് നോക്കി എത്രയാ ബാലൻസ് നോക്കുക. ജമഅ മാലൻ വഅദ്ദദ. ആരെ സബബിലാണ് ഇറങ്ങിയതെന്നറിയോ? ആസിം ഇബ്നു വായിൽ എന്ന് പറയുന്ന ഒരാളുടെ കാരണത്തിനാലാണ്, സബബായിട്ട് വന്നതാണ്. അല്ലാഹു നമുക്ക് ഇറക്കി തന്നതാണ്. ഹുമസ സൂറത്ത്. ആസിം ഇബ്നു വായിൽ എന്നവർ സമ്പാദ്യം എവിടെ നിന്ന് കിട്ടിയെന്നില്ല, എങ്ങനെ കിട്ടിയെന്നില്ല, ഹലാലെന്നോ ഹറാമെന്നോ ഇല്ല, ആരെ പോക്കറ്റിനാണ് ബ്ലേഡ് വെക്കുന്നത് എന്നില്ല, എങ്ങനെയെങ്കിലും സമ്പത്ത് തന്റെ പോക്കറ്റിലേക്ക് എത്തിക്കുക എന്ന ഒരേ ഡ്യൂട്ടി ചെയ്തു പോയാള് ആസിം ഇബ്നു വായിൽ എന്നവർ. മാത്രവുമല്ല, കാശില്ലാത്തവരെ കാണുമ്പോൾ പുച്ഛിക്കുകയും അവരെ കളിയാക്കുകയും അവരെ വളരെ ഫളീഹായി കാണുകയും ചെയ്യുന്ന ആള് ആസിം ഇബ്നു വായിൽ എന്നവരെ കുറിച്ചിറങ്ങിയതാണ്. വല്ലദീ ജമഅ മാലൻ വഅദ്ദദ. മുതൽ എങ്ങനെയാണോ എന്ന് നോക്കാതെ സമ്പാദിക്കുക, ഹറാമോ ഹലാലോ എന്നില്ല. വഅദ്ദദ, പിന്നതിങ്ങനെ എണ്ണിത്തിട്ടപ്പെടുത്തുകയും ചെയ്യാം. യഹ്സബു അന്ന മാലുഹു അഖ്ലദ, അവൻ വിചാരിക്കുന്നത് അവന്റെ സമ്പത്താണ് അവനെ എറ്റേണലായി ഭൂമിയിൽ നിലനിർത്തുന്നത് എന്ന്.
പെട്ടെന്നൊരു രോഗം വന്നു. കാശുള്ള ഒരു വീട്ടിലെ ഉപ്പയാണ്, ചെറുപ്പക്കാരനാണ്. പെട്ടെന്ന് മെഡിക്കൽ കോളേജ് അവര് പറഞ്ഞു ഇവിടെ ട്രീറ്റ്മെന്റ് ഇല്ല, അങ്ങ് ഇറ്റലിയിൽ, അങ്ങ് ലാഹോറിൽ, അങ്ങ് അമേരിക്കയിൽ കൊണ്ടുപോയിക്കോളൂ. അവിടെ കൊണ്ടുപോയി മേജർ സർജറി ഒക്കെ കഴിഞ്ഞു, തിരിച്ചു വന്നു. എന്നിട്ട് നാട്ടുകാര് കാണാൻ വന്നപ്പം പറയാണ്, ഓ പൈസ ഉള്ളോണ്ട് രക്ഷപ്പെട്ടു. അതെങ്ങാൻ അപ്പുറത്തെ വീട്ടിലെ ഐസൂനാണ് ഉണ്ടായിരുന്നെങ്കിൽ ആളെ കാര്യം പോക്കെന്നായിരുന്നു. ആരാണ് ശിഫ കൊടുത്തത്? യഹ്സബു അന്ന മാലുഹു അഖ്ലദാ. പൈസയാണ് അവന്റെ രോഗം മാറ്റിയത്. അതാണ് അവന്റെ വിചാരം. പൈസയുടെ പുറത്ത് ധിക്കാരം കാണിക്കുന്നവരെ, പൈസയുടെ പുറത്ത് ധിക്കാരം കാണിക്കുന്ന ചൈൽഡ് ലൈൻകാരാ എത്ര പേര്. അതാണ് അയഹ്സബു അന്ന മാലുഹു അഖ്ലദാ. പൈസ ഉണ്ടായാൽ എല്ലാമായി. എന്റെ മോളെ മരണം വരെ എത്ര കാലം വേണമെങ്കിലും പോറ്റാൻ എന്റെ കയ്യിൽ കാശുണ്ട് എന്ന് പറയുന്ന അമ്മോശന്മാര് ജീവിക്കുന്ന കാലഘട്ടം. എന്തോ ഒരു വിഷമത്തിന് വീട്ടിലെത്തിയാൽ അത് നന്നാക്കാൻ വേണ്ടി ചെല്ലുന്ന ആളുകളോട് അവര് പറയാൻ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെടുത്തുണ്ട്, അവളെ പോറ്റാനൊക്കെ എനിക്ക് പറ്റും എന്ന് പറയാം. എന്തുകൊണ്ട്? പൈസയുടെ. അയഹ്സബു അന്ന, നിങ്ങൾ വിചാരിക്കുന്നുവോ പൈസ കൊണ്ട് ഒരു ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട അനുഭൂതി പൈസയിൽ നിന്ന് കിട്ടുമോ? ബാപ്പാക്ക് ബാപ്പയുടെ സ്ഥാനത്തല്ലേ നിൽക്കാൻ സാധ്യമാവുക? കേൾക്കണേ, ആലോചിക്കണേ എന്റെ രക്ഷിതാക്കൾ. എന്തോ വിഷയത്തിൽ നമ്മുടെ മക്കൾ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ അങ്ങനെയല്ല നമ്മൾ ധൈര്യം കൊടുക്കേണ്ടത്. വല്ലദീ ജമഅ മാലൻ വഅദ്ദദാ, എണ്ണുകയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുക. എന്നിട്ട് അതാണ് എന്റെ നിലനിൽപ്പിന്റെ ഏറ്റവും വലിയ ആധാരമെന്ന് വിചാരിക്കുകയും ചെയ്യുക. കല്ല, എങ്കിൽ അങ്ങനെ വിചാരിക്കേണ്ട, അങ്ങനെ വിചാരിക്കേണ്ട രക്ഷിതാവേ. ലയുംബദന്ന ഫിൽ ഹുതമാ, ആ അഹങ്കാരം നാളെ ഹുതമയിലേക്ക് വലിച്ചെറിയാനുള്ളതാണ്. എന്റെ മോളെ എത്ര കൊല്ലം നോക്കാൻ എന്റെ അക്കൗണ്ടിൽ കാശുണ്ട് എന്ന് പറയുന്ന രക്ഷിതാവേ, ലയുംബദന്ന, നിന്നെ കൊണ്ടുപോയി ഹുത്തമയിൽ വലിച്ചെറിയാൻ പോവാ. വമാ അദ്റാക മൽ ഹുതമാ, എന്താണ് ഹുതമ എന്നറിയോ? നാറുൻ മൂഖദാ, ജ്വലിക്കുന്ന നരകത്തിനാണ് പറയാ. പൈസന്റെ അഹങ്കാരം കാണിക്കാൻ എത്ര പേരാ ടെൻഷൻ ആവുന്നത്. ഒന്നും ചെയ്യാൻ സാധ്യല്ലെന്ന് പൈസ ഉണ്ടെങ്കിൽ ചപ്പി നിൽക്കുകയാണ് ബാക്കിയുള്ളവർ. എന്താ ചെയ്യാ? ഒന്നിനും അവര് വരുന്നില്ല. പൈസ ഉണ്ടവരെ കയ്യിലെന്നാണ് വിചാരം. ഒരു ചെറിയ രോഗം മതി, അള്ളാഹു അവരെ ഒന്നുമല്ലാതെ. അള്ളാഹ് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ കൊണ്ട് നറിഷ്മെന്റ് കിട്ടിയ ബോഡി, അത് നരകവുമായിട്ടാണ് ഏറ്റവും ബന്ധപ്പെട്ടത്. ഹറാമിൽ കിട്ടിയ നറിഷ്മെന്റ് കിട്ടിയ ആ പ്രോട്ടീൻ കഴിച്ചുണ്ടാക്കിയ ശരീരം ഫന്നാറു ഔലാബി, അത് നരകമാണ്. അത് നരകത്തിലേക്ക് പോവാനാണ് സാധ്യതയുള്ളത്, ചാൻസ് കൂടുതലുള്ളത്. അമ്പിയാക്കന്മാരോട് പോലും അല്ലാഹു പറഞ്ഞതിങ്ങനെ, യാ അയ്യുഹർ റസൂലു കുലൂ മിനത് ത്വയ്യിബാത് വഅമലൂ അസ്സാലിഹാത്ത്, നല്ലത് ഭക്ഷിക്കുകയും ഖൈർ ചെയ്യുകയും ചെയ്യണമെന്ന് മുസ്ലിങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞാണ്, നല്ലത് തിന്നോളൂ, വഅമലു സ്വാലിഹാത്ത്, ഖൈർ ചെയ്യുകയും ചെയ്തോളൂ. അഥവാ രണ്ടാമതായിട്ടാണ് നന്മ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ആദ്യം നല്ലത് ഭക്ഷിക്കണം, എന്നാലേ നിങ്ങൾ ചെയ്യുന്ന ഇബാദത്തിന് പോലും പരിപൂർണ പ്രതിഫലമുള്ളൂ എന്ന് അംബിയാ മുർസലീങ്ങളോട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മുടെ ഇബാദത്തിന്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ജവാബ് അല്ലാഹു ഉത്തരം തരാത്തതിന്റെ ഒരളവ് ഇതാണ്. യാ അയ്യുഹർ റസൂലു, മുർസലീങ്ങളെ, കുലൂ മിനത് ത്വയ്യിബാത് വഅമലൂ അസ്സാലിഹാത്ത്,
നല്ലത് ഭക്ഷിക്കുവിൻ, എന്നിട്ട് ഇബാദത്ത് ചെയ്യുവിൻ. വെറുതെ സ്വീകരിച്ചില്ല എന്നെ അള്ളാഹു ഒഴിവാക്കി എന്ന് പറയല്ല. എന്തേ അകത്ത് ലോഡ് ചെയ്തത്? എന്തേ അകത്ത് ലോഡ് ചെയ്തത്? വിജ്ഞാനം പോലും, ഒരു വാളാവട്ടെ മറ്റു ക്ലാസുകളാവട്ടെ, അത് കേൾക്കാൻ പോലും പോകുമ്പോ ഒന്നാലോചിക്കണമെന്നാണ് അള്ളാന്റെ ഹബീബ് നമ്മളെ പരിചയപ്പെടുത്തിയത്. ഫതഫക്കർ അൻഹു, ആരാണ് ക്ലാസ് എടുക്കുന്നത് എന്ന് നീ ആലോചിക്കേ. വാഫി അവിടെ ക്ലാസ് എടുക്കുന്നത് എങ്കിൽ വാഫിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ആലോചിക്കുക. അയാള് കഴിക്കുന്നതും അയാള് കുടിക്കുന്നതും ഹറാമാണെങ്കിൽ അയാളെ വേദിയിൽ പോയിരിക്കില്ല എന്ന് പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ. എന്താ കാരണം? അവർക്ക് ഭൗതികപരമായ കാര്യങ്ങളല്ലാതെ പറയാൻ സാധ്യമല്ല. അവർക്ക് ഭൗതികതയെ പറയാൻ കഴിയൂ. കാരണം അകത്ത് കിടക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതാണ്. അതുകൊണ്ട് ഏത് നന്മയുടെ സദസ്സാണെങ്കിൽ പോലും പറയുന്ന ആളെ കുറിച്ച് ഫതഫക്കർ, ഒന്നാലോചിക്ക്. അയാൾ തിന്നുന്നതും കുടിക്കുന്നതും ഹറാമിൽ നിന്നാണെങ്കിൽ ഫലാ തജ്ലിസ് ഇലൈഹി. മുഅ്മിനിന്റെ വീണുപോയ സ്വത്താണ് അറിവ്. ആ അറിവ് പോലും എവിടെ കണ്ടാലും എടുത്തോളാൻ പറഞ്ഞ പരിശുദ്ധ ശരീഅത്ത് തന്നെ ബ്ലോക്ക് ചെയ്തു. അത് തരുന്ന ആള് നോക്കണം, അയാള് ഹറാമിലാണോ ജീവിക്കുന്നത് എന്ന്, അയാള് ഹലാലല്ലാത്തത് ഭക്ഷിക്കുന്നുണ്ടോ എന്ന്. എങ്കിൽ ഫലാ തജ്ലിസ് ഇലൈഹി, അവിടെ പോയി നീ ഇരിക്കണ്ട എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. റജുലുൻ യുജാഹിദു ഫീ സബീലില്ലാഹ്. ഖുദ്സിയായ ഹദീസിൽ റബ്ബ് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ഒരാള് ജടകുത്തിയ മുടിയാണ്, കുളിക്കാൻ പോലും സമയം കിട്ടിയില്ല, പടച്ചോന്റെ യുദ്ധത്തിന് വേണ്ടി വിശുദ്ധ യുദ്ധത്തിന് ഇറങ്ങിപ്പോയ ആളാണ്, ഒന്ന് വൃത്തിയാവാൻ പോലും സമയം കിട്ടിയില്ല. എന്നാലോ വലാകിൻ മതഅമുഹു ഹറാം വമശ്റബുഹു ഹറാം, അയാൾ തിന്നുന്നതും അയാൾ കുടിക്കുന്നതും ഹറാമാണ്. വമൽബസുഹു ഹറാം, അയാൾ ധരിച്ചതും ഹറാമാണ്. വഅന്നാ യുസ്തജാബു ലഹു, അവന്റെ നിസ്കാരം, അവന്റെ ദുആ, അവന്റെ പ്രാർത്ഥന ഞാൻ എങ്ങനെ സ്വീകരിക്കണമെന്ന് ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു ചോദിക്കുന്നുണ്ട്. അയാൾ യുദ്ധം ചെയ്യുന്ന ആളാണ്, വൃത്തിയാവാൻ, കുളിക്കാൻ, വിശ്രമിക്കാൻ പോലും മറന്ന് യുദ്ധം ചെയ്യുന്ന ആളാണ്. പക്ഷേ ധരിച്ചത്, കുടിച്ചത്, കഴിച്ചത് എല്ലാം ഹറാമാണ്. വഅന്നാ യുസ്തജാബു ലഹു, അവന്റെ ദുആ ഞാൻ എങ്ങനെ സ്വീകരിക്കും? വമൻ ലം യഅകുലുഹു നാലഹു മിൻ ഗുബാരി, അവസാന നാളാകുമ്പോ അയാള് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും, അയാള് ഹറാമ് കഴിച്ചില്ലെങ്കിലും, ഹറാമിന്റെ പൊടിയെത്താത്ത വീടുകളില്ല, ശരീരങ്ങളില്ല, പലിശ മണക്കാത്ത നോസുകളില്ല എന്ന് ആരംഭ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാംസപിഞ്ചളങ്ങളാണ്, ഒന്നും അറിയാത്ത കുട്ടികളാണ്. എന്നാൽ അവർ പോലും ഭക്ഷിക്കുന്നത്, അവർ പോലും അവർ അനുഭവിക്കുന്നത്, അവർ പോലും എല്ലാം ഫീൽ ചെയ്യുന്നത് അത് പലിശയുടെ പുകയിൽ നിന്നാണ്, പലിശയുടെ ഭക്ഷണങ്ങളാണ്. വമൻ ലം യഅകുൽഹു, അവൻ തിന്നില്ലെങ്കിലും നാലഹു മിൻ ഗുബാരി, പലിശയുടെ പൊടി നാളേൽക്കാത്ത ആളില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് മനസ്സ് വെക്കാൻ, മാറി നിൽക്കാൻ വേണ്ടിയിട്ട്. അതിപ്പോ എങ്ങനെയാ പറ്റാൻ? ഒന്ന് മനസ്സ് വെക്കുക. വമൻ യത്തഖില്ലാഹ് യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈഥു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി വഹുവ ഹസ്ബുഹു. അല്ലാഹുവിൽ ഏൽപ്പിച്ചുകൊണ്ട് എല്ലാം സമർപ്പിച്ചുകൊണ്ട് പോയ ആള്, വമൻ യത്തഖില്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ യജ്അൽ ലഹു മഖ്റജാ, അവൻ അല്ലാഹു വിശാല
വിശാലമായ നന്മയുടെ വഴികളെ തുറന്നു കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ പ്രതീക്ഷിക്കാത്തിടത്തൂടെ, അവൻ എക്സ്പെക്ട് ചെയ്യാത്തിടത്തൂടെ അല്ലാഹു അവന് ഭക്ഷണം നൽകുകയും ചെയ്യും. വമൻ യതവക്കൽ അലല്ലാഹ് വഹുവ ഹസ്ബു, അവൻ അല്ലാഹുവിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ അവൻ മാത്രം മതി എല്ലാത്തിനും. ഉസ്താദുമാർക്കാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ തവക്കുലില്ലാത്തത് അല്ലെ. വീടൊന്ന് വെക്കുമ്പോഴേക്ക് ഒരു ചെറിയ വിസിറ്റ് അടിച്ചു പോവാൻ, എന്നിട്ട് അവിടെ ചെന്ന് ആരോടാ ചോദിക്കുന്നത്? 10-20 കൊല്ലം കഴിഞ്ഞിട്ട് ബംഗളെ കെട്ടിച്ച് വീട് വെക്കാത്ത 11 കൊല്ലായി സൗദിയിലെ ഹായിൽ താമസിക്കുന്ന ജോലി ചെയ്യുന്ന ഒരു AC മെക്കാനിക് ചെറുപ്പക്കാരൻ പറഞ്ഞെന്നോട്, ഒന്നും ആയില്ല, തറയിട, ഒന്നും ആയിട്ടില്ല. ഇവരോടാണ് നമ്മൾ പോയി ചോദിക്കുന്നത്. അവരുടെ മനസ്സ് നൊന്തുപോയാൽ ആ വീടിന് ഖൈറാണുള്ളത്. അവര് വിചാരിക്കില്ലേ 3-4 മാസങ്ങളെ കൊണ്ട് കെട്ടിപ്പൊക്കിയ വീട് ഞാനും ഒരു ഉസ്താദായിരുന്നുവെങ്കിൽ വമൻ യതവക്കൽ അലല്ലാഹ് വഹുവ ഹസ്ബു, അല്ലാഹുവിൽ ഡെഡിക്കേറ്റ് ചെയ്യാൻ ആളുകളോട് അഭ്യർത്ഥിക്കുന്നവർ വരെ ഇന്ന് തവക്കുലില്ലാത്തടത്തേക്ക് എത്തുമ്പോ ചില അപ്രിയ സത്യങ്ങളെ പറയേണ്ടി വരുമ്പോ വമൻ യതവക്കൽ അലല്ലാഹ് വഹുവ ഹസ്ബു, അവൻ അല്ലാഹു മാത്രം മതി, അവനിൽ ഏൽപ്പിച്ചാൽ. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉജുബിൻ വമിൻ അറബി മൗലായ സല്ലി വസല്ലം. അതുകൊണ്ട് അല്ലാഹുവിൽ തവക്കുൽ ചെയ്യ. നമ്മള് ഏറ്റവും വലിയ ധനാഢ്യനായിരുന്നല്ല, പൈസ ഉണ്ടാവുക എന്ന് പറയുന്നത് ഇസ്ലാമിനെതിരൊന്നുമല്ല. പൈസ അങ്ങനെയായിരുന്നുവെങ്കിൽ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല ഏറ്റവും വലിയ ധനാഢ്യനാണ്. ഒന്നുമില്ലാത്ത ക്ഷാമകാലത്തായിരുന്നില്ലേ മുഅ്ത യുദ്ധമുണ്ടായത്? തബൂക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അള്ളാന്റെ ഹബീബ് ആവശ്യപ്പെട്ടത്, യുദ്ധത്തിന് വേണ്ടി തബൂക്കിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല എന്തെങ്കിലും കയ്യിലുള്ളവർ കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോ ഉസ്മാൻ തങ്ങൾ നബിയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, 100 ദീനാർ 100 സ്വർണ്ണ നാണയം ഞാൻ തരാമെന്ന് പറഞ്ഞു. അള്ളാന്റെ ഹബീബിനോട് അതിനോടനുബന്ധിച്ച് മറ്റാവശ്യമായ യുദ്ധ സാമഗ്രികളും ഞാൻ തരാമെന്ന് പറഞ്ഞു. തിരിഞ്ഞു നോക്കിയതല്ല. പിന്നെ വന്ന് പറഞ്ഞു 200 തരാമെന്ന്. പിന്നെ വന്ന് പറഞ്ഞു ഞാൻ 300 ദീനാർ തരാം. 300 പത്തെടുക്കാനില്ലാത്ത കാലത്താണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ 300 ദീനാർ തരാമെന്ന് പറഞ്ഞു. നബി തങ്ങൾ മൈൻഡ് ചെയ്തില്ല. പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് തിരിച്ചു വന്നു. 1000 സ്വർണ്ണ നാണയവും എടുത്തിട്ട് തിരിച്ചു വന്നു. അല്ലാഹുവിന്റെ ഹബീബിന് സമർപ്പിച്ചിട്ട് പറഞ്ഞു, എന്റെ തബൂക്ക് യുദ്ധത്തിന്റെ സംഭാവന ഇതാ എന്ന്. ഹബീബ് തന്നെ ആ ഇസാറിലേക്ക് അതിട്ടു. 1000 ദീനാർ. 10 ദീനാറില്ലാത്ത കാലത്താണ് 1000 ദീനാർ. നബി തങ്ങൾ ഓരോ ദീനാർ എടുത്ത് ആനന്ദത്തോടെ നോക്കിക്കൊണ്ടിരിക്കുക ആ ക്ഷാമകാലത്ത്. സയ്യിദുനാ ഉസ്മാൻ തങ്ങളുടെ ആ ഒരു ഡൊണേഷൻ കണ്ടിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് പറഞ്ഞു, ഉസ്മാനെ നിങ്ങൾ സ്വർഗത്തിലാണ്, അല്ലാഹു നിങ്ങളെ നരകത്തെ തൊട്ട് ബാൻ ചെയ്തിട്ടുണ്ട്. 1000 ദീനാർ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി ക്ഷാമകാലത്ത് അവിടുന്ന് സദഖ കൊടുത്തപ്പോ. അപ്പൊ പൈസ ഉള്ളവർ അങ്ങനെ വിനിയോഗിക്കാം. അതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ നീതി. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തന്നെ 20000 ദീനാർ മുടക്കിയിട്ടാണ് ജൂതന്റെ കയ്യിലുണ്ടായിരുന്ന മദീനയിലെ എല്ലാ ആളുകൾക്കും ഒരു റാഹത്തായിരുന്ന ഒരു കിണറുണ്ടായിരുന്നു, ബിർ റൂമാൻ എന്ന് പറയുന്ന കിണർ. ആ കിണറിന്റെ ഉടമസ്ഥൻ ജൂതനായിരുന്നു. ഇടക്കാലത്ത് ക്ഷാമം വന്നപ്പോ നാട്ടുകാർക്ക്, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾക്ക് കൊടുക്കാതെ, അവരോടുള്ള പക കൊണ്ട്, അസൂയ കൊണ്ട് മുസ്ലിമീങ്ങൾക്ക് കൊടുക്കാതെ കാശിന് വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഹബീബ് ചെന്ന് ചോദിച്ചു ആ ജൂതനോട്, ഇതൊന്നും തുറന്നു കൊടുക്കാമോ എല്ലാവർക്കും? എല്ലാരും വെള്ളെടുത്തോട്ടെ.
ആ ജൂതൻ പറഞ്ഞു, ഇതിന്റെ വയറിന്റെ പ്രശ്നമാണ്, ഇത് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോരുന്നത്, എന്റെ മഈശത്തിന്റെ ഭാഗമാണ്, ഇത് വെറുതെ കൊടുക്കുന്നതല്ല. ഉസ്മാൻ തങ്ങളോട് അള്ളാന്റെ ഹബീബ് മറ്റ് സഹാബത്തിനൊക്കെ വിളിച്ചിട്ട് ചോദിച്ചു, ആരാണ് ആ ജൂതന്റെ കയ്യിൽ നിന്നത് വാങ്ങുവാൻ, അത് വാങ്ങി മറ്റുള്ളവർക്ക് ഹദിയ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്? 20,000 ദീനാർ കൊണ്ടുപോയിട്ടാണ് ആ ജൂതന്റെ കയ്യിൽ നിന്ന് ആ കിണർ വാങ്ങിയിട്ട് മുസ്ലിമീങ്ങൾക്ക് ഹദിയ ചെയ്തത് സയ്യിദുനാ ഉസ്മാൻ ദുന്നൂറൈനി ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. കാശുള്ളവർ അതനുസരിച്ച് വിനിയോഗിക്കുക. സമ്പത്ത് പരീക്ഷണമല്ല. സമ്പത്ത് പരീക്ഷണം ഒരു നിലക്ക് നമ്മളായിട്ട് അതിനെ നേരിടേണ്ട പോലെ നേരിടാതിരിക്കുമ്പോ, ആശൂറാ നാളിൽ അതുപോലെ പുണ്യദിനങ്ങളിൽ ആളുകൾക്ക് വീട്ടുകാർക്ക് ഭക്ഷണ വിശാലത ചെയ്തു കൊടുക്കുക എന്ന് പരിശുദ്ധ ശരീഅത്ത് നമ്മളോട് പറഞ്ഞതാണ്. പൈസ ഉള്ളത് ഇങ്ങനെ പിടിച്ചിക്കല്ല, ഉള്ളത് കൊടുക്കുക. ഉസ്മാൻ തങ്ങളെ പോലെ വീട്ടുകാർക്ക് നിങ്ങൾ വിശാലത ചെയ്യൂ ഭക്ഷണത്തിൽ എന്ന് വിശുദ്ധ രാത്രികളിൽ ആശൂറാ അതുപോലെ തന്നെ മിഅ്റാജ് ഒക്കെ രാവുകളിൽ സുന്നത്താണ്. ഒരു നല്ല ഭക്ഷണം, ഒരു നല്ല റിസ്ക് വിശാലത ചെയ്തു കൊടുക്കുക വീട്ടുകാർക്ക് എന്നത് അത് സുന്നത്തായ കാര്യമാണ്. പക്ഷെ നമ്മളെ വീട്ടിൽ എന്നും ബിരിയാണായാൽ പിന്നെ എങ്ങനെ വിശാലത ചെയ്യാ? അവിടെയാ പ്രശ്നം. എന്നും സുഭിക്ഷമായാൽ വല്ലദീന കഫറൂ വയതമത്തഊന വയഅകുലൂൻ കമാ തഅകുലുൽ അൻആം ഫന്നാറു മസ്വൽ ലക്കും. ആരാണ് വിശാലമായ ഭക്ഷണ കൊതിയന്മാരാരാണ്? ആരാണ് വിശാലമായി ഭക്ഷണം കഴിക്കാൻ തിന്നാൻ വേണ്ടി ജീവിക്കുന്നവർ ആരാണ്? അവർ ഒരിക്കലും മുസ്ലിമീങ്ങളല്ല. ആശൂറായിൽ കുടുംബത്തിന് വിശാലത ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞു. വിശാലത ചെയ്യണമെങ്കിൽ എന്നും ആ വീട്ടിൽ കിട്ടാത്ത എന്തെങ്കിലും കൊടുക്കണ്ടേ? ഇതെന്നും വീട്ടിൽ ഏറ്റവും വലിയ പെരുന്നാളാണ്, പിന്നെ എങ്ങനെ വിശാലത ചെയ്യാ? ആരാണ് ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി ജീവിക്കുന്നവരെന്നറിയോ? വല്ലദീന കഫറൂ, സത്യനിഷേധികളായ ആളുകൾ, യതമത്തഊൻ, അവർ സുഖിക്കുന്നവരാണ്, വയഅകുലൂന, ഭക്ഷണം കഴിക്കുന്നവരുമാണ്, കമാ തഅകുലുൽ അൻആം, ആനിമൽസ് ഭക്ഷണം കഴിക്കുന്ന പോലെ, മൃഗങ്ങൾ ഭക്ഷിക്കുന്ന പോലെ തിന്നുകയും ദുനിയാവിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവർ സത്യനിഷേധികളാണെന്ന് പരിശുദ്ധ ഖുർആൻ. വന്നാറു മസ്വാ, നരകമാണ് അവരുടെ നാളത്തെ അഭയസ്ഥാനം. എക്കണോമിക്കൽ ക്രൈസിസ് വന്നപ്പോ കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട് നാട്ടിൽ ഫാസ്റ്റ് ഫുഡിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമൊക്കെ ചില വീട്ടിന്റെ വീക്ക്ലി റൊട്ടീൻ ആയിരുന്നു പുറത്തു ഭക്ഷണം കഴിച്ചു പോരുക എന്നുള്ളത്. ഒന്നും അധ്വാനിക്കണ്ടല്ലോ. ആരാണ് ഭക്ഷണപ്രിയർ? ആരാണ് ഭക്ഷണത്തിന് വേണ്ടി ജീവിച്ചു പോകുന്നവർ? യതമത്തഊന വയഅകുലൂൻ, ഈ വിഭാഗം സത്യനിഷേധികളാണ്. പേര് സിദ്ദീഖ് ആയിക്കോട്ടെ, പേരെന്തോ ആയിക്കോട്ടെ, ഇതാണ് അവരുടെ റൂട്ടെങ്കിൽ അവർ സത്യനിഷേധികളാണ്. ഹഫ്സാ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് ബാപ്പയായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ സയ്യിദുനാ ഹഫ്സാ ബിൻത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകളായ ഹഫ്സാ ബീവി എന്ന ഹബീബിന്റെ ഭാര്യയുടെ വീട്ടിലേക്ക് ഒരിക്കൽ വാപ്പ കയറി ചെന്നു. ഹഫ്സാ ബീവിയുടെ റൂമിലേക്ക് കയറി ചെന്നു. അവിടെ ഒരു പുകയുമില്ല, അവിടെ ഒരു ഭക്ഷണം പാകം ചെയ്ത തളികകളില്ല, തീന്മേശകളില്ല. വീണ്ടും ഒന്നുകൂടെ അടുക്കളയുടെ കിച്ചന്റെ ഭാഗത്തേക്ക് കയറി ചെന്നപ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിൽ, എന്റെ മകളുടെ വീട്ടിൽ തീ പുകഞ്ഞിട്ടില്ല. അന്വേഷിച്ചു നോക്കിയപ്പോ ഒരു ചെറിയ കഷ്ണം ഉണക്കറൊട്ടി കിട്ടി. ആ ഉണക്കറൊട്ടി പിടിച്ച് വെളിയിലേക്ക് ഇറങ്ങിയപ്പോ ഹബീബ് വീടിന്റെ ഉമ്മറത്തിരിക്കുന്നുണ്ട്. പൊട്ടിക്കരയാൻ തുടങ്ങി സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് നബി ചോദിച്ചു, ഉമറേ, നീ എന്തിനാ കരയുന്നത്? നീ എന്തിനാണ് ഉമറെ കരയുന്നത്? ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വഅൻത റസൂലുള്ളാഹ്
ലോകത്തിന്റെ രാജകുമാരനാണല്ലോ അങ്ങ്. രാപ്പാർക്കുന്നത് വിശന്നിട്ട്, നേരം എഴുന്നേൽക്കുന്നതും നേരം വെളുപ്പിക്കുന്നതും വിശന്നിട്ട് മുഴുപ്പട്ടിണിയാണല്ലോ ലോകത്തിന്റെ രാജകുമാരനെ. അങ്ങേക്കും അങ്ങയുടെ ഭാര്യമാർക്കുമെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ ഉമർ തങ്ങളെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞത്, അമാ തർലാ ബിഅന്ന ലഹുമുദ് ദുനിയാ വലനാ അൽ ആഖിറ. അവർ ദുനിയാവിന്റെ ആളും നമ്മൾ ആഖിറത്തിന്റെ ആളുമാണ്. ആഖിറത്തിന്റെ ആളുകളിൽ പെടാൻ നിനക്ക് തൃപ്തിയില്ലേ ഉമർ എന്ന് ചോദിച്ചു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ലോകത്തിന്റെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ. അവർ ദുനിയാവിന്റെ ആൾക്കാരാണ്. ദുനിയാവിന്റെ ആൾക്കാർ യതമത്തഊന വയഅകുലൂന, അവർ സുഖിക്കും, അവർ ഭുജിക്കും. ആ കൂട്ടത്തിൽ പെടാനാണ് ഉമറേ. അമാ തർലാ, നിനക്കാഗ്രഹമില്ലേ, നീ ആഗ്രഹിക്കുന്നത് ബിഅന്ന ലഹുമുദ് ദുനിയാ, അവർ ദുനിയാവിന്റെ ആളാണ്, വലനൽ ആഖിറ, നമ്മൾ ആഖിറത്തിന്റെ ആളുകളുമാണ്. എങ്ങനെയെങ്കിലും നാളെ രക്ഷപ്പെടുന്നവരിൽ പെടാൻ നീ ആഗ്രഹിക്കുന്നില്ല ഉമറേ എന്ന് ചോദിച്ചു ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ആലോചിക്കുക, നമ്മളൊക്കെ ഡെയിലി റുട്ടീൻ ഭക്ഷണത്തിന്റെ മെനു ഒക്കെ ഒന്ന് പരിശോധിക്കുക. സയ്യിദത്തുനാ ഫാത്തിമ ബിൻത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോൾ, കരളിന്റെ കഷ്ണമായ മോള് ഒരിക്കൽ ഒരു റൊട്ടി കഷ്ണവുമായിട്ട് ഹബീബിന്റെ മുമ്പിലെത്തി, ഹബീബിനെ സമർപ്പിച്ചു. ആ സമയത്ത് പൊന്നുമോളോട് നബി തങ്ങൾ പറഞ്ഞത്, അമായ ബിൻസ്, പൊന്നുമോളെ, ഇന്ന ഹാദിഹി ലഅവ്വലു ലുഖ്മതി അബീക് മുൻതു സലാസതി അയ്യാം. 3 ദിവസമായി മോളെ ഇതുപോലൊരു ഭക്ഷണം നിന്റെ ഉപ്പാക്ക് കിട്ടിയിട്ട്. ഉണക്ക റൊട്ടിയുമായി ചെന്നന് ഹബീബ് തന്റെ മോളോട് പറഞ്ഞത്, ഇന്ന ഹാദിഹി, ഇത് ഈ വസ്തു ലഅവ്വലു ലുഖ്മ അബീക്, നിന്റെ വാപ്പയുടെ ആദ്യത്തെ ഭക്ഷണമാണ്. മുൻദു സലാസതി അയ്യാം, 3 ദിവസമായിട്ട് കിട്ടുന്ന ആദ്യത്തെ ഭക്ഷണമാണ് മോളെ നീ തന്ന ഈ ഉണക്ക റൊട്ടി എന്ന് പറഞ്ഞു ലോകത്തിന്റെ രാജകുമാരൻ. നമ്മുടെ അവസ്ഥക്ക് എന്താണ്? സയ്യിദുനാ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ശൈബ് അബീ ത്വാലിബിൽ ഞങ്ങളെ ഗരാവോ ചെയ്ത് ഊരുവലക്കുണ്ടായപ്പോൾ ഞങ്ങൾ അവിടെ താമസിച്ചു ഒരുപാട് ദിനങ്ങളെ. ഹബീബ് പോലും അവിടെ താമസിച്ചപ്പോ ഇലകളായിരുന്നു ഭക്ഷിച്ചത്. ഞങ്ങൾ ഒട്ടകം കാഷ്ടിക്കുന്ന പോലെ കാഷ്ടിച്ചു പോയ ഒരുപാട് രാപ്പകലുകൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ വർണ്ണപ്പകിട്ടാകുന്ന ഏടുകളിൽ ഉണ്ടായിരുന്നു എന്ന് സയ്യിദുനാ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു. നമ്മൾ ഭക്ഷണപ്രിയരാണ്, പൈസ കണ്ടമാനം ചെലവാക്കുന്നവരാണ്. ആരാണ് ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റളിയല്ലാഹു തആല അൻഹു? മൈസാൻ നദീതീരത്തിരുന്ന് കിതാബ് രചിച്ച ആളാണ് സയ്യിദുനാ ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റളിയല്ലാഹു തആല അൻഹു. മൈസാൻ നദീതീരത്തിരിക്കും, കയ്യിലൊരു റൊട്ടി ഉണ്ടാകും. ആ റൊട്ടി വിശന്നിട്ട് കറിയില്ല അതിനൊന്ന് തൊട്ടുകൂട്ടാൻ, അതൊന്ന് മുക്കിയെടുക്കാൻ കറിയില്ല. അതുകൊണ്ട് നദിയിലേക്ക്, മൈസാൻ നദിയിലേക്ക് ആ ഉണക്ക റൊട്ടി മാർദ്ദവപ്പെടുത്താനൊന്ന് മുക്കിയിട്ട് വായിലേക്ക് വെക്കാൻ ഒരുങ്ങുമ്പോഴേക്ക് അടുത്ത മസ്അല ഓർമ്മ വരും. വീണ്ടും അത് എഴുതി വെക്കും, വീണ്ടും അത് എഴുതി വെക്കും. അവരാണ് അങ്ങനെ ജീവിതം ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ചു പോയ ആളുകളാണ് സയ്യിദുനാ ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹിമഹുല്ലാഹ്. കറിയില്ലാഞ്ഞിട്ട് ഇന്ന് കറി ഏതെടുക്കണം എന്നുള്ള ബേജാറായിട്ട്. അതാണ് സയ്യിദുനാ ഇബ്നുൽ ഖയ്യിം അൽ ജൗസി. ഏറ്റവും വലിയ അപകടം അത്തിപ്പറ്റ് ഉസ്താദ് പറയായിരുന്നു, കേരളത്തിൽ ക്യാൻസർ വർദ്ധിക്കാൻ കാരണം ചക്ക ഒഴിവാക്കിയതാണ്. ഇന്ന് ചക്കയിലാണ് ക്യാൻസറിന്റെ അതിന്റെ റെമഡിയൊക്കെ കണ്ടുപിടിക്കുന്നത്. ചക്കയോട് നിങ്ങൾ കാണിച്ച നിന്ദ്യതയാണ്, ദില്ലത്താണ് ഈ കേരളത്തിൽ ക്യാൻസർ ബാധിക്കാൻ കാരണമായത് എന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന സുഫിയാക്കളിൽ പ്രധാനിയായ അത്തിപ്പറ്റ് ഉസ്താദ്. അല്ലാഹു തആല ദീർഘായുസ്സ് കൊടുക്കട്ടെ, നല്ല സംഭാവനകൾ കൊടുക്കുക, അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. സമ്പത്ത് നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക.
إن هذه لأول لقمة أبيك منذ 3 أيام. മരണപ്പെട്ടു പോയപ്പോഴായിരുന്നില്ലേ അറിഞ്ഞത് 10 വീട്ടുകാർക്ക് സ്വന്തം ചിലവിൽ ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്ത ആളായിരുന്നു. മരണപ്പെട്ടപ്പോഴാണ് അറിഞ്ഞത്. ആ 10 വീട്ടുകാർ വന്ന് പരാതിപ്പെട്ടപ്പോഴാണ് അറിഞ്ഞത് സയ്യിദുനാ ഉമർ മർഹൂം സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ 10 വീട്ടുകാർ കഴിഞ്ഞത് സ്വന്തം ചെലവിലാണ്. നമ്മളെ വീട്, നമ്മുടെ കുടുംബം ഒരു 10 കൊല്ലൊക്കെ കഴിഞ്ഞാൽ മിക്കവാറും കല്യാണത്തിന് നമ്മൾ 2 മക്കളും ഭാര്യയും മാത്രം ഉണ്ടാവുക. ഇങ്ങോട്ടൊരു കണക്ഷനുമില്ല, എങ്ങോട്ടൊരു കണക്ഷനുമില്ല. ചില കുടുംബക്കാരങ്ങനെ ഉണ്ട്. ആള് വളരെ നീറ്റാണ്. എന്തുകൊണ്ട്? പുറത്തൊക്കെ ഒന്നും പോകില്ല. ആളുകൾക്ക് അവരെ കുറിച്ചൊരു പരാതിയില്ല. എന്തുകൊണ്ട്? പുറത്ത് ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോയാൽ ഓല് ഞങ്ങളെ വീട്ടിലും വരും. അതുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന കുറെ സൂഫിയായ വീട്ടുകാരുണ്ട്. ആരെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട. അങ്ങനെ ചിലരുണ്ട്. ഒരാൾ അങ്ങോട്ട് വിളിക്കൂല, അവരൊരിക്കും പോവില്ല, എന്റെ വീട്ടിൽ വരുമെന്ന് വിചാരിച്ച്. എന്താണ് തന്റെ വീടിനെ പോലെ അയൽവാസിയെ കരുതണമെന്ന് പറഞ്ഞ പ്രത്യയശാസ്ത്രത്തിന്റെ മെമ്പർഷിപ്പ് വാങ്ങിയവർ സയ്യിദുനാ ഉമർ അലി ശിഹാബ് തങ്ങൾ 10 വീട്ടുകാർക്ക് സ്വന്തം ചെലവിൽ സ്വന്തം കാശ് മുടക്കിയിട്ട് അവരെ ചെലവ് വഹിച്ചിരുന്നു എന്നാണ് മരണപ്പെട്ടപ്പോഴാണ് അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ അള്ളാഹു അവർക്ക് കൊടുത്ത ഏറ്റവും വലിയ സൗഭാഗ്യമാണ് നമ്മൾ നിലകൊള്ളുന്ന ഈ റജബ് 1-നായിരുന്നു. ഇതേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഇതേ ഒരു റജബ് 1-നായിരുന്നു മഹാനായ മർഹൂം ഉമർ അലി തങ്ങൾ വഫാത്തായത്. അള്ളാഹു ദറജ ഏറ്റി കൊടുക്കട്ടെ. അവരോടൊന്നിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്കും അവസരങ്ങൾ തരട്ടെ. നിങ്ങൾക്കറിയുമോ സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് എന്ന ഹബീബിന്റെ മരുമകന്റെ കുടുംബത്തിൽ പറഞ്ഞ സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന തങ്ങളുകുട്ടി വഫാത്തായപ്പോ അവരുടെ ജനാസ കുളിപ്പിക്കാൻ കൊണ്ടുപോയി. ജനാസ കുളിപ്പരയിൽ വെച്ച് ഷർട്ടൂരിയിട്ട് ശിരസിലുണ്ടായിരുന്ന ശരീരത്തിലുണ്ടായിരുന്ന വസ്ത്രം അഴിച്ചു മാറ്റി കുളിപ്പിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് അവരുടെ ഷോൾഡറിന് മുകളിലൊക്കെ ചാട്ടവാറ് കൊണ്ടടിച്ച പോലെ കുളിപ്പിച്ച ഗാസിൽമാർ ചോദിച്ചു ആളുകളോട്, ആരാണ് തങ്ങൾ കുട്ടിയെ അടിച്ചത്? ഏത് ശിക്ഷയാണ് അവർക്ക് കിട്ടിയത്? തോള് മുഴുവനും കറുകറുത്ത ചാട്ടവാറിന്റെ പാട് കാണാനുണ്ടല്ലോ. ആരാണ് തങ്ങൾ കുട്ടിയെ അടിച്ചത്? ഏത് പ്രശ്നത്തിലായിരുന്നു അവർ കുടുങ്ങിയത്? നമ്മളാരും അറിഞ്ഞില്ലല്ലോ. 3 നാള് കണ്ണോക്കൊക്കെ ആഴപ്പോഴാണ് ആ മദീനയിലെ 60 വീട്ടുകാർ വന്നിട്ട് പറഞ്ഞത്, ഞങ്ങളുടെ ചെലവ് വഹിച്ചിരുന്നവരായിരുന്നു. ഞങ്ങളുടെ വീടുകളിലേക്ക് ഗോതമ്പിന്റെ വലിയ വലിയ ചാക്കുകൾ ഷോൾഡറിൽ വെച്ച് കൊണ്ടുവന്ന് രാത്രിയുടെ അന്ത്യായാമങ്ങളിൽ ഞങ്ങളുടെ കൊലായിൽ കൊണ്ടുവന്നിട്ട് സ്വന്തം കാശ് മുടക്കി അതും പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ആളായിരുന്നു ഈ തങ്ങൾ കുട്ടി സൈനുൽ ആബിദീൻ. ആ ചാക്ക് ചുമന്ന പാടാണ് കുളിപ്പിച്ച ആളുകൾക്ക് ചാട്ടവാറ് കൊണ്ട് ആരോ അടിച്ച പോലെ തോന്നിയത്. അതായിരുന്നു അത് ഇഖ്ലാസ് കൊണ്ട് സദഖ ചെയ്തു പോയ ആളുകൾ. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ. അങ്ങനെയും എത്രയോ ആള് ഇന്നും എന്റെ അറിവിൽ ജീവിച്ചിരിക്കുന്നവരുണ്ട്. പൈസയുള്ളവരെന്നെ കടയേൽപ്പിച്ചെടുക്ക, പൈസ ആള് കൊടുക്കുമോ, വാങ്ങിപ്പോ. എത്ര വലിയ നന്മയാണതൊക്കെ. ലാ തൻസഉ റഹ്മതു ഇല്ലാ മിൻ ശഖീൻ. അല്ലാഹു അവന്റെ കൽബിനകത്ത് നിന്ന് റഹ്മത്ത് ഊരിക്കളയും. അവൻ ദോഷിയായാൽ അല്ലാഹു റഹ്മത്ത് അവന്റെ കൽബിൽ നിന്ന് ഊരിക്കളയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് അയൽവാസിയോട് കരുണയില്ല. എന്തുകൊണ്ട്? നമ്മളൊക്കെ എവിടോ പേച്ചു പോയിട്ടുണ്ട്, ശക്തിയായി പോയിട്ടുണ്ട്, പരാജിതരിൽ പെട്ടുപോയിട്ടുണ്ട്. അള്ളാഹു നമുക്ക് വിജയം തരട്ടെ, ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് അയൽവാസി പ്രശ്നമല്ല, രോഗായി കിടക്കുന്നവനും പ്രശ്നമല്ല, കുട്ടികളും പ്രശ്നമല്ല, ഏതൊന്നും എന്റെ മുമ്പിൽ പ്രശ്നമല്ല. ഇവന്റെ റഹ്മത്ത് അവന്റെ കൽബിൽ നിന്ന് അല്ലാഹു ഊരിക്കളഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? ഒരാൾ ദോഷിയായാൽ അവന്റെ കൽബിനകത്ത് പിന്നെ ഒരിക്കലും റഹ്മത്തുണ്ടാവില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊന്ന് കണ്ടിട്ട് വേജാറില്ലല്ലോ.
ചെറിയ കുട്ടികളെ ബാക്കിയാക്കിയിട്ട് അവരുടെ വാപ്പമാർ പൊട്ടിത്തെറിച്ച് മൗത്തുൽ ഫുജഅത്തിനാൽ കടന്നു പോകും. നമുക്കൊരു വേജാറുമില്ല. അവിടുത്തെ ഭാര്യമാർ കഷ്ടപ്പെടുന്നത് ചിന്തിക്കുന്നത് എങ്ങനെ വളർത്തും. നാട്ടുകാർക്ക് വിഷമം തോന്നുന്നില്ലെങ്കിൽ ആ നാട് അദാബിന് പാത്രമാവാൻ കൂടുതൽ സമയം വേണ്ടതില്ല. അള്ളാഹു അത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്നവർക്ക് രണ്ട് ലോകത്തും വിജയം കൊടുക്കട്ടെ. നൊന്തു പ്രസവിച്ച വഹനൻ അലാ വഹനൻ വഫിസാലുഹു ഫീ ആമൈൻ. നൊന്തു പ്രസവിച്ച തിരിഞ്ഞു കടക്കാൻ പോലും മാസങ്ങളോളം സാധ്യമല്ല. മോനെ, നീ ആ വയറിനകത്ത് കിടന്നതുകൊണ്ട് തിരിഞ്ഞു കിടക്കാൻ സാധ്യമല്ലാതെ മലർന്നു കിടന്ന് വേദനിച്ച, നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട, നീ പുറത്തു വന്ന ശേഷവും നിനക്ക് വേണ്ടി 2 കൊല്ലക്കാലം കഷ്ടപ്പെട്ട ആ ഉമ്മാന്റെ മുഖത്ത് നോക്കി തെറി വിളിക്കുമ്പോ ഓർക്കണേ, ലാ തൻസൗറു റഹ്മ, നിനക്കെന്ത് കാരുണ്യമാണുള്ളത്, നിനക്കെന്ത് കാരുണ്യമുള്ളത്. സിറ്റുവേഷൻ ഏതാവട്ടെ, കോണ്ടെക്സ്റ്റ് ഏതാവട്ടെ, ഉമ്മയല്ലേ നിന്റെ ഖബറിൽ കിടക്കുന്ന വാപ്പാക്ക് ഉറങ്ങാൻ പോലും സമ്മതം കൊടുക്കാതെ, ഒന്ന് സമാധാനിക്കാൻ അവസരം കൊടുക്കാതെ, ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഞാൻ വിശാലമായ ആ വിഷയം ചർച്ച ചെയ്യുന്നില്ല. ഓർക്കണേ, ലാ തൻസൗറു റഹ്മ, അല്ലാഹു റഹ്മത്തിനെ തൻസൗറു റഹ്മതു ഇല്ലാ മിൻ ശഖീൻ. അല്ലാഹുവിന്റെ കണക്ഷൻ വിട്ടവർക്ക് കരുണ നഷ്ടപ്പെടുള്ളൂ. വാപ്പ അല്ലാതിരിക്കുള്ളൂ, ഉമ്മ അല്ലാതിരിക്കുള്ളൂ. എന്തോ ആവട്ടെ, വാപ്പൊരു നന്മ ചെയ്തല്ലേ, ഇപ്പം മരിച്ചെടുക്കല്ലേ, ഒന്ന് ഒഴിവാക്കിക്കൂടെ? ഇപ്പോഴും പറയിപ്പിക്കാൻ നാട്ടുകാരും അല്ലാഹ് ഇല്ലാ മിൻ ശഖീൻ. ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറാ ويطعمون الطعام على حبه مسكينا ويتيما وأسيرا إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا. പാവം ആളുകളെ പരിഗണിച്ച ആളുകൾ, ഭക്ഷണം കൊടുത്ത ആളുകൾ, യതീമിനെ മിസ്കീനിനെ പരിലാലിച്ച ആളുകൾ, നാളെ അവർക്ക് ഹൂറുല്യങ്ങളെ അല്ലാഹു പ്രദാനം ചെയ്യും. അല്ലാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഹൂറുല്യങ്ങൾ സ്വീകരിക്കുവാൻ വേണ്ടി കാത്തിരിക്കും ഇത്തരം ആളുകളെ. ആതുര സേവനം നടത്തിയ ആളുകളെ, ആതുര സേവനത്തിന് വേണ്ടി ഓടി നടന്ന ആളുകളെ സോഷ്യൽ വർക്കേഴ്സിനെ ഇഖ്ലാസോടെയാണ് ചെയ്തതെങ്കിൽ അവരെ സ്വീകരിക്കാൻ ഊഴം കാത്തിരുന്ന് തിരക്ക് കൂട്ടും ഹൂറുല്യങ്ങളെന്ന് അള്ളാന്റെ ഹബീബ് ഒരു ജനാസ മറപാടുന്ന സമയത്ത് ഓടി ദൂരെ പോയിരുന്നു. ബാക്കി കർമ്മങ്ങളിൽ ഡയറക്ഷൻ കൊടുത്തത് ദൂരെ മാറി നിന്നിട്ടാണ്. സഹാബത്തിനോട് പറഞ്ഞു, മറമാടണം, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം, തൽഖീന് തസ്ബീത്ത് എല്ലാം ചെയ്യാൻ വേണ്ടി ദൂരദിക്കിലേക്ക് മാറി നിന്ന ഹബീബ് നിർദ്ദേശങ്ങൾ കൊടുത്തപ്പോ എല്ലാം കഴിഞ്ഞ് സഹാബത്തിന് വട്ടം കൂടിയിട്ട് ചോദിച്ചിട്ടുണ്ട് നബിയോട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ലോകത്തിന്റെ രാജകുമാരനെ, മദീനയുടെ നായകനെ, ഖൈബറിന്റെ പടനായകനെ, തായിഫിന്റെ മറദിതരെ, നിങ്ങളെന്റെ ജനാസ മറപടക്കുന്നിടത്ത് നിന്ന് പെട്ടെന്ന് ഓടി ദൂരെ ഇവിടെ നിന്നിങ്ങനെ വീക്ഷിച്ചത്? അല്ലാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, റഅയ്തുൽ ഹൂറൈൻ, ഞാൻ 2 ഹൂറുല്യങ്ങളെ കണ്ടു. തദ്ഖുലാനി ഖബറ, അവർ ഖബറിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. വതൻസാനി കഫന, മരിച്ചു ചെന്ന ആളെ കഫൻ കൂടെ അവർ വലിച്ചു കയറി അവരെ എംബ്രേസ് ചെയ്യാനും കിസ് ചെയ്യാനും ശ്രമം നടത്തുന്ന 2 ഹൂറുല്യങ്ങളെ ഞാൻ ഖബറിൽ കണ്ടു. ദുനിയാവിൽ ആതുര സേവനം ചെയ്ത ആളുകളെ അത്രയും സ്വീകരണമാണ് ഹൂറുല്യങ്ങൾ. മത്സരിക്കുകയാണ്. ഞാൻ ആ സ്ത്രീകൾ വന്നപ്പോ ഓടിപ്പോന്നതാണ് എന്ന് ലോകത്തിന്റെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ മണ്ണിൽ വെക്കാൻ പെണ്ണുങ്ങൾ, ആ സഹോദരിമാർ ഹൂറുല്യങ്ങൾ സമ്മതിക്കുന്നില്ല. ഒന്ന് വെക്കാൻ നേരല്ല, അപ്പോഴേക്ക് അവർക്ക് ധൃതിയായി. വറഅയ്തുൽ ഹൂറൈൻ,
തദ്ഖുലാനി ഖബറാ വതൻസിയാനി കഫനാ. കഫൻ ഇവിടെ വലിച്ചു കീറുന്നുണ്ടവർ, ഊരിയെടുക്കുന്നുണ്ടവർ. അവരെത്രയോ കൊതിച്ച ഒരു ശരീരമായിരുന്നവർ. അവരുള്ളിടത്ത് അവരെ കണ്ടപ്പോ ഞാൻ മാറി നിന്നതാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, സമ്പത്ത് നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കോളൂ. മാ മലഅബ്ന ആദം, ആദമിന്റെ മക്കളൊന്നും നിറച്ചിട്ടില്ല, ഫില്ല് ചെയ്തിട്ടില്ല. ഒരു പാത്രവും തന്നെ അവർ ഫില്ല് ചെയ്തിട്ടില്ല. ശർറാ, വളരെ മോശമായ ഒരു പാത്രവും അവർ നിറച്ചിട്ടേ ഇല്ല. മിൻ ബത്നിഹി, അവന്റെ വയറിനേക്കാൾ വേറെ ഒരു അക്കൗണ്ടും അവർ നിറച്ചിട്ടില്ല. ലോകത്ത് മനുഷ്യർ നിറച്ച ഏറ്റവും മോശമായ പാത്രം അവന്റെ വയറാണെന്ന് മുഹമ്മദ് മുസ്തഫ. കിട്ടുന്നത് എങ്ങനെയെങ്കിലും അകത്തേക്കാക്കുകയല്ല, എങ്ങനെയെങ്കിലും ജാറം ഫുള്ളാക്കുകയല്ല, എങ്ങനെയെങ്കിലും തന്റെ ആ കുമ്പ നിവർത്തിക്കണമെന്നല്ല. ആ കുമ്പയാണ് മോനെ ഏറ്റവും മോശം പാത്രം നീ നിറച്ചത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അലാഫൻ നബിയ്യ റജുലൻ കാഫിറ, സത്യനിഷേധിയായ ഒരാളെ അല്ലാഹുവിന്റെ ഹബീബ് വിരുന്നൊരുക്കി. സത്യനിഷേധിയായ കാഫിറായ ഒരാൾക്ക് അല്ലാഹുവിന്റെ ഹബീബ് വിരുന്നൊരുക്കി. ഫഉമിറ ലഹു, എന്നിട്ട് പറഞ്ഞു ബിശാതൻ, ഒരാടിനെ കൊണ്ടുവരാൻ വേണ്ടി. ഫഹുലിബത്, ആ ആടിനെ കറന്നു. ഫശുരിബ ഹിലാബഹ, ആ പാലിനെ ആ കാഫിറായ ആൾക്ക് കൊടുത്തു. അയാൾ കുടിച്ചു. കുടിച്ചിട്ട് മതിയാവാത്ത പോലെ വീണ്ടും ഒരാടിനെ കൊണ്ടുവരാൻ പറഞ്ഞു. അതിനെയും കറന്നു അയാൾക്ക് കൊടുത്തു. അത് കുടിച്ചിട്ടും അയാൾക്ക് മതി വരുന്നില്ല. 7 ആടുകളെ കൊണ്ടുവന്നു, പാല് കറന്ന അയാൾക്ക് കൊടുത്തു. അപ്പോഴാണ് അയാൾക്ക് അല്പം ഒരു ആശ്വാസം വന്നത്. അന്ന് രാത്രിയിൽ അല്ലാഹുവിന്റെ ഹബീബിനോടൊന്നിച്ചാണ് അയാൾ താമസിക്കുന്നത്. ഹബീബിനോടൊന്നിച്ചാണ് താമസിക്കുന്നത്. അവിടുത്തെ സ്വഭാവ മഹിമ കണ്ടിട്ട് ആ കാഫിറായ ആള് അന്നത്തെ രാത്രിയിൽ മുസ്ലിമായി പോയി. എന്നാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി അതിഥിയായ ഇന്നലെ മുസ്ലിമായ ആളെ ഒന്ന് സ്വീകരിക്കാൻ വേണ്ടി, നാസ്ത കൊടുക്കാൻ വേണ്ടിയിട്ട് ഹബീബ് ഇന്നലെ വൈകുന്നേരം 7 ആടുകളുടെ പാല് കുടിച്ചതല്ലേ, രാവിലെയും ആ 7 ആടുകളെയും കൊണ്ടുവരാൻ വേണ്ടി ഓർഡർ ഇട്ടു. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ ഓരോ ആടിന്റെയും പാല് കറന്നു വെക്കാൻ തുടങ്ങി. വഖാലൻ നബിയു, നബി ഓരോന്നെടുത്ത് അയാൾക്ക് കൊടുത്തു. ഒന്നാമത്തെ പാല് കുടിച്ചു കഴിഞ്ഞപ്പോ ആടിൽ നിന്ന് കറന്ന പാല് കുടിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ ആടിൽ നിന്ന് കറന്ന പാല് കൊടുത്തു. അത് മുഴുവൻ കുടിച്ചു തീർക്കാൻ അയാൾക്ക് സാധ്യമായില്ല. അയാൾ പറഞ്ഞു മതി 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 മതി, ഹസ്ബി, എനിക്കത് മതി എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സഹാബത്തിനോട്, ഫഖാലൻ നബിയു അൽ മുഅ്മിനു യഅകുലു ഫീ മഅനിൻ വാഹിദ്, വിശ്വാസിയായ ഒരാള് ഒരു കുടലിലെ കുടിക്കുകയുള്ളൂ. വൽ കാഫിറു യഅകുലു ഫീ സബഅതി അമാ, 7 കുടലിലേക്കാണ്, 7 വയറിലേക്കാണ് ഒരു കാഫിറായ ആള് ഭക്ഷണം കഴിക്കുന്നത്. അതുകൊണ്ട് കാഫിറിനെ പോലെ ഭക്ഷണം കഴിക്കല്ലേ എന്ന് ലോകത്തിന്റെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ. والذين كفروا ويتمتعون ويأكلون كما تأكل الأنعام, വിശ്വാസിയായ ഒരാൾ വയറ് നിറക്കാൻ സാധ്യമാവില്ല എന്ന് ഓരോരുത്തരും സ്വയം ആലോചിച്ചു നോക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടല്ല, സ്വന്തം ആലോചിച്ചൊക്കെ നമ്മുടെ അവസ്ഥ എന്താണെന്ന്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഖൗമും മിൻ ഉമ്മത്തി യഅകുലൂന അൽവാനത്താൻ, അവസാന നാളാകുമ്പോ ഒരു വിഭാഗം ആളുകൾ ഇവിടെ വരാറുണ്ട്. അവർ യഅകുലൂന അൽവാനത്താൻ, വിവിധ കളറുകളിലുള്ള ഭക്ഷണം അവർ പാകം ചെയ്ത് കഴിക്കുമെന്ന്. ഇന്ന് പൊരിയൊക്കെ വിവിധ വർണ്ണങ്ങളിലാണ്, വിവിധ വർണ്ണങ്ങളിൽ നമ്മളെ ഭക്ഷണക്കുള്ളത്. റസൂൽ എന്നാ ഇത് പറയുന്നത്? 1500 വർഷങ്ങൾക്ക് മുമ്പേ. എത്ര വലിയ കാൽക്കുലേഷനാണ്. വയശറബൂന അൽവാന ശറാബ്, എത്ര കളറിലാണ് ഇന്ന് വെള്ളം, പാനീയങ്ങൾ, ബോട്ടിലുകൾ നമ്മൾ വാങ്ങി കഴിക്കുന്നത്. വിവിധ കളർ. ചില ജ്യൂസൊക്കെ, ഒരു ജ്യൂസ് തന്നെ വിവിധ കളറുണ്ട് അല്ലേ? ഒരു ഐസ്ക്രീമിൽ തന്നെ താഴെ വേറെ എത്ര കളറാണ്. റസൂലുള്ളാഹി പറഞ്ഞു ഒരു സമുദായം അങ്ങനെ വരാനുണ്ട്. വയൽബസൂന അൽവാനൽ ലിബാസ്, വിവിധ വർണ്ണങ്ങളിൽ, ഞാൻ പറയണില്ല, വിവിധ വർണ്ണങ്ങളിൽ. ഇന്നൊക്കെ കല്യാണങ്ങളൊക്കെ അവസ്ഥ എന്താണ്? ആരാ വാങ്ങിച്ചു കൊടുക്കുന്നത്? ആരാ കോപ്പ് കൂടുന്നത്?
ജയിലേസിന്റെ ഡ്രസ് പോലും ധരിച്ച് എന്ന് പറഞ്ഞ പരിശുദ്ധ ഈമാന്റെ ദീനിന്റെ പകുതി കാത്തു സൂക്ഷിക്കാൻ മുഅക്കദായ സുന്നത്തും മുഅക്കദായ ആ നിക്കാഹിന്റെ സദസ്സ് വഷളാക്കാൻ വേണ്ടിയിട്ട് കോപ്പുകൂട്ടുന്ന ദുനിയാവിലെ ചെറുപ്പക്കാരെന്ന് കേൾക്ക്. ദുനിയാവിലെ ചെറുപ്പക്കാരെന്ന് കേൾക്ക. റസൂലുള്ള പറഞ്ഞോട്ടെ, വയൽബസൂന അൽവാനൽ ലിബാസ്, വിവിധ വർണ്ണങ്ങളിലുള്ള ഡ്രസ്സ് ധരിക്കുന്നവർ. വഹും ശിറാറു ഉമ്മത്തി, അവരെന്റെ ഉമ്മത്തിലെ ഏറ്റവും മോശം ആളുകളാണെന്ന് റസൂലുള്ളാഹ്. അല്ലാഹുമ്മ ലാ തജഅൽനാ മിൻഹും. അല്ലാഹു നമ്മളെ പെടുത്താതിരിക്കട്ടെ. ഏത് ഡ്രസ്സാ ധരിക്കേണ്ടത്? ഏത് വസ്ത്രമാ ധരിക്കേണ്ടത്? നീ ഒരിക്കലും ധരിക്കരുത് ലുബ്സുൽ ഫുസാഖ്, ഫാസിഖീങ്ങളുടെ തെമ്മാടികളുടെ ഡ്രസ്സ് ധരിക്കരുത്. ആരാ നിനക്ക് ഈ ഡ്രസ്സ് ഇന്നത്തെ ട്രെൻഡാക്കിയത്? ആരാ ട്രെൻഡാക്കിയത്? ലോകത്തെ ഏറ്റവും വലിയ ഫാസിഖ് സിനിമാ നടന്മാരും നടിമാരും അല്ലാണ്ട് വേറെ ആരാ? അവരല്ലാതെ വേറെ ആരാ? അവരല്ലേ നിനക്ക് പരിചയപ്പെടുത്തി? അതുകൊണ്ട് ഒരിക്കലും ധരിക്കല്ല ലുബ്സുൽ ഫുസാഖ് വൽ കുഫാർ, ഫാസിഖീങ്ങളുടെ ഡ്രസ് പോലും ധരിക്കരുത്. ഒരു ഡ്രസ് എടുത്ത് വാഫി ഇതെന്താന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയൂല. എന്റെ മുമ്പിൽ ഇതങ്ങ് ചേർത്ത് വെച്ചേക്ക്. ലുബ്സുൽ ഫുസാഖ്, ഇതാരെ കണ്ടിട്ടാണ് നീ ഇമിറ്റേറ്റ് ചെയ്തത്? ആരെ കണ്ടിട്ടാണ്? പൊന്നുമോനെ ഫ്രീ വിസ എടുത്തിട്ട് അങ്ങ് ഖത്തറിലേക്ക് യാത്രയാകുമ്പോ, അങ്ങ് ബഹ്റൈനിലേക്ക് യാത്രയാകുമ്പോ ഒരു 30,000 ഒരു ഹദീസും നീ കേൾക്കണ്ട, ഒരു ആയത്തും നീ കേൾക്കേ വേണ്ട, ചെവിന് കൊടുക്കണ്ട. ഒരു നാടൻ മസല പറഞ്ഞോട്ടെ എന്നോട്. 2.5 ലക്ഷം മുടക്കിയിട്ട് നീ ഗൾഫിൽ യാത്ര പോകുമ്പോ, മൈഷത്ത് അന്വേഷിച്ചു പോകുമ്പോ, ഒരുപാട് പേരെ വിളിച്ച് വിരുന്ന് കിട്ടിയിട്ട് നീ യാത്ര പോകുമ്പോ, അവിടെ ചെല്ലുമ്പോ ഒരു 30,000 സാലറിക്ക് വേണ്ടിയിട്ട് ഒരു കമ്പനിയിൽ ഒരു വൈവാ ബോർഡിന്റെ മുമ്പിൽ നിന്റെ ഉള്ളതും ഇല്ലാത്തതും ഡ്യൂപ്ലിക്കേറ്റ് അടക്കമുള്ള സർട്ടിഫിക്കറ്റുകളും കൊണ്ടുപോയി വൈവാ ബോർഡിന്റെ മുമ്പിലേക്ക് എത്തുമ്പോ ഏത് ഡ്രസ്സാണ് നീ ധരിക്കുക? നീ കേരളത്തിൽ ധരിച്ച 3/4 അല്ലെങ്കിൽ ഷുക്കൂർ സുന്നല്ല ഡ്രസ്സ്, നിന്റെ ഫ്ലവർ കട്ടിങ് ഇതൊക്കെ ആയിട്ടൊന്ന് പോ. എന്തായിരിക്കും അവസ്ഥ? ഡോറ് തുറന്ന് കയറുമ്പോഴേക്ക് റീമാർക്ക് വീണു. നീ എത്ര അറ്റൻഡ് ചെയ്താലും നിനക്ക് കിട്ടാൻ പോണില്ല. അങ്ങനെയാണ് ഭൗതിക ലോകത്തെ വൈവാ ബോർഡ് ഒരു 30,000 20,000 സാലറിയുള്ള പണിയുടെ അത്ര പോലും ഇന്റർവ്യൂ കഠിനമാണെങ്കിൽ നാളെ അള്ളാന്റെ കോടതിയിൽ ചെല്ലുമ്പോ ആ വൈവാ കോടതിക്ക് മുമ്പിൽ നിന്റെ ഡ്രസ്സ്, നിന്റെ ശാരീരികമായ കാട്ടിക്കൂട്ടലുകളൊക്കെ അള്ളാഹു എങ്ങനെയാ വിലയിരുത്തുക? വഹും ശിറാറു ഉമ്മത്തി. റസൂലുള്ളാഹി പറഞ്ഞു, അവരിൽ ഒരു സമന് നെയ്യ് കൂടിയിട്ടുണ്ടാകും, കാണാൻ കുട്ടപ്പനായിട്ടുണ്ടാവും. റസൂലുള്ളാഹി പറയാ 1400 കൊല്ലം മുമ്പ് ഇന്നത്തെ ചെറുപ്പക്കാരികളൊക്കെ കണ്ടാൽ ആരോ ഒരു തമാശ പറഞ്ഞിട്ടുണ്ട്, ഇനി കല്യാണം കഴിക്കാനൊക്കെ പോകുമ്പോ ചൂണ്ടുവരലിന് ഉറപ്പുണ്ടോ നോക്കിയാൽ മതി. എന്തുകൊണ്ട്? ഒക്കെ സ്വിച്ചിടലായി. അതിന് വരെ ഉറപ്പില്ലാതാവുക. ഈ ജങ്ക് ഫുഡുകൾ മുഴുവൻ അടിക്കല്ലേ നമ്മള്. അതുകൊണ്ട് ചുരുക്കുക, ഓരോരുത്തരിലേക്ക് നോക്കുക. കഴിഞ്ഞു പോകുമ്പോ വാഫിനെ അവിടെ കണ്ടിരുന്നല്ലോ, അയാൾക്ക് എന്തും കിട്ടും, അയാൾക്ക് എന്താ പറഞ്ഞു? അങ്ങനെയല്ല, സ്വന്തത്തിലേക്ക്, ഞാൻ എന്നിലേക്ക് നോക്കട്ടെ, നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കി. റസൂലുള്ളാഹി പറഞ്ഞു, കൽ ജാരിൽ ബിക്രി, കെട്ടിച്ചേക്കാൻ പ്രായമായ ലലനാമണികളായ ചെറുപ്പക്കാരികൾക്ക് സമാന സൗന്ദര്യം അവർക്ക് കൊടുപ്പ് കൂടിയതിനാൽ നാളെ അവസാന കാലത്ത് കടന്നു വരുന്ന ചെറുപ്പക്കാരനും 17-കാരിയുടെ സൗന്ദര്യം വരുമെന്ന് ലോകത്തിന്റെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ. ഞാൻ അവസാനിപ്പിച്ചോട്ടെ. വൈലുൽ നിസാ, സ്ത്രീകൾക്ക് നരകമുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് നരകം കിട്ടിയത്? 2 ചുവന്ന വസ്തുക്കളാണ്. ഒന്ന് അദ്ദഹബു, സ്വർണമാണ്. 2 അൽ-അസ്ഫറാൻ, വസ്ത്രത്തിൽ ശ്രദ്ധ ചെലുത്തിയത് കൊണ്ടാണ്. മാറ്റന്നെ വിവിധ ഡ്രസ്സുകള് അതെന്നാ വേണ്ടെന്നല്ല. ഒരാള് ഹബീബിനെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി കടന്നു വന്നപ്പോ ചോദിച്ചു, അലക മാലുൻ, നിനക്ക് സമ്പത്തില്ലടാ? അയാൾ പറഞ്ഞു, നബിയെ എനിക്ക് എല്ലാ ഐറ്റം സമ്പത്തുമുണ്ട്. കടണ്ട്, ഈത്തപ്പനത്തോപ്പുണ്ട്, ഒട്ടകണ്ട്, ആടുണ്ട്, എല്ലാം ഉണ്ട്.
നബി തങ്ങൾ പറഞ്ഞു, പോയിട്ട് വസ്ത്രം മാറ്റുക, നിനക്കെല്ലാം തന്ന അള്ളാഹുവിന് അതിന്റെ ആ നിഅമത്തിന്റെ അസറും നിന്റെ ശരീരത്തിലും വസ്ത്രത്തിലും ഭക്ഷണത്തിലും വാഹനത്തിലും കാണാൻ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അപ്പൊ ഒന്നുമില്ലാതെ കീറിയ വസ്ത്രം ധരിക്കണം എന്നല്ല, അധികാവണ്ട. ഇയ്യാകും വത്തനഉമാ, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണേ. വത്തനഉമാ, ആസ്വാദനവും ദുനിയാവിലതൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. വഇന്ന ഇബാദല്ലാഹ് ലൈസൂ ബിൽ മുതനഇമീൻ, ഈ ദുനിയാവ് ആസ്വദിക്കുന്നവർ അള്ളാന്റെ അടിമകളല്ല. ഞാനും നിങ്ങളും അള്ളാന്റെ അടിമകളാവണമെങ്കിൽ സ്വയം സൂക്ഷിക്കുക. ആനന്ദമൊക്കെ കുറച്ച് ഒഴിവാക്കുക. വീട്ടിൽ വന്ന ആൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് തന്റെ വൃത്തിയുടെ മേട് സർവ്വത്തിന്റെ കൈവശം കൊടുത്തയച്ചു. 2 വസ്ത്രങ്ങളെ സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ 2 വസ്ത്രങ്ങൾ എടുത്തിട്ട് തനിക്ക് ജോലി ചെയ്യുന്ന ഖാദിമത്തായ വൃത്തിയുടെ കയ്യിൽ കൊടുത്തു. വീട്ടിലാരോ വന്നപ്പോ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കി, ഒന്ന് ഉയർത്തി തുറന്ന് കാണിച്ചു കൊടുക്കി. അത് കാണിച്ചു കൊടുത്തു. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോ അകത്തിരുന്നിട്ട് ആയിഷ ബേബി ഉറക്കെ വിളിച്ചു പറഞ്ഞത്, തുവഫിയ റസൂലുള്ളാഹ് ഫീ ഹാദൈനി തൗബൈൻ, ഈ കീറിയ വസ്ത്രം ധരിച്ചു കിടക്കുമ്പോഴാണ് അള്ളാന്റെ ഹബീബ് വഫാത്തായത്. ഈ വസ്ത്രത്തിലാണെന്ന് ആയിഷ ബീവി വീടിന്റെ അകത്ത് നിന്ന് പുറത്താളുകൾ കേൾക്കുന്ന വിധം ഉറക്കെ പറഞ്ഞു. എന്റെ റസൂൽ മരിച്ചത് ഈ കീറിയ മുറക്കായ തുന്നിപ്പിടിപ്പിച്ച വസ്ത്രത്തിലാണെന്ന് സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു, അവരന്യായികളാണ് നമ്മുടെ. അതുകൊണ്ട് ഒരുപാട് കാശുള്ളവർ, അള്ളാഹുവിന്റെ സൗഭാഗ്യം കിട്ടിയവർ, ഇദാ കാന ഉമറാഉകും സുലഹാ, നാട്ടിലെ ആളുകളൊക്കെ നന്നായാൽ നിങ്ങൾക്ക് ഭൂമിയുടെ പുറംഭാഗമാണ് ആ അകംഭാഗത്തെക്കാൾ ഖബറിനേക്കാളും നല്ലത് എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. 3 ഖൈർ നിങ്ങളുടെ നാട്ടിൽ നടന്നാൽ അന്ന് ഭൂമിക്ക് മുകളിൽ താമസിക്കലാ നല്ലത്. ഏതാ 3 കാര്യം? ഇദാ കാന ഉമറാകും സുലഹാ, നാട്ടിലെ ലീഡേഴ്സ് മുഴുവനും നല്ലോരാവുക. മുസ്ലിം എന്ന് കേട്ടാൽ വിറക്കുന്നവർ, മുസ്ലിം എന്ന് കേട്ടാൽ പുച്ഛത്തോടെ കാണുന്നവർ. അങ്ങ് കാസർകോട്ട് ചുരിയിൽ ഒരാൾ കൊല ചെയ്യപ്പെട്ടപ്പോ അതുവരെ UAPയുമായി പിന്നാലെ നടന്ന ആളുകൾക്ക് പള്ളിയിൽ കയറിയിട്ട് ഒരാളെ കൊല്ലുമ്പോഴേക്ക് ഒന്നുമല്ല, ഞാൻ ഒന്നിനും പറഞ്ഞതല്ല, പക്ഷെ ഇരട്ടത്താപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. സുലഹാക്കളായ ആളുകൾ, ഉമറാക്കൾ ഇല്ലാത്ത ലോകത്താണ് ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്ടിലെ ധനാഢ്യന്മാരൊക്കെ നിർലോഭം സദഖ ചെയ്യുന്ന ആളുകളായാൽ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സ്വയം തീരുമാനിക്കാതെ ഒന്നങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന രംഗം നാട്ടിലുണ്ടായാൽ, നാട്ടിലെ ഉമറാക്കൾ നന്നായി, നാട്ടിലെ കാശുള്ളവർ നിർലോഭം ചെലവഴിക്കാൻ റെഡിയായി, അതുപോലെ തന്നെ നാട്ടിലെ കാര്യങ്ങളൊക്കെ ഷൂറ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയാൽ, അന്ന് നിങ്ങൾക്ക് ഭൂമിക്ക് മുകളിൽ ജീവിക്കലാണ് നല്ലത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്കിൽ ഇദാ കാന ഉമറാഉകും ശിറാർ, നാട്ടിലെ ആളുകളൊക്കെ മോശമായി, നാട്ടിൽ 3 കാര്യം ഉണ്ടായാൽ പിന്നെ നിങ്ങൾ അന്ന് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അങ്ങടി പോയാലാണ്. ഏതാണ് ആ 3 അവസ്ഥകൾ? 1, ഉമറാക്കൾ മോശമായാൽ, കൊല ചെയ്തിട്ട് അതിങ്ങനെ മൈക്കിന്റെ മുമ്പിൽ വന്ന് 1, 2, 3 എന്ന് പറയുന്ന ഉമറാക്കൾ വളർന്നു വരുന്ന കാലം. വഉമറാഉകും ശിറാർ വഅനിയാഉകും ബുഖലാ, കാശുള്ളവർ കൊടുക്കുകയില്ല, ഒന്നും കൊടുക്കൂല. വലിയ പ്രതീക്ഷയിൽ ഒരു കലണ്ടറുമായിട്ട് എന്റെ ഒരു അനുഭവം പറയാൻ 1-2 വീട്ടിൽ ചെന്നു. ഈബത്താവണ്ട, ആരെന്ന് പറയണില്ല, പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം എന്തായാലും ഒരു വാങ്ങും എന്ന് വിചാരിക്കുന്ന 2 വീട് ചെന്നപ്പോ വേണ്ട, കലണ്ടർ വേണ്ട, കലണ്ടർ വേണ്ടെങ്കിൽ വേണ്ട, ആ 10 രൂപ കിട്ടിയാൽ അന്ന് സ്ഥാപനത്തിൽ കൊണ്ടുപോയാൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ സ്വന്തം എടുത്ത് കാശ് കൊടുക്കേണ്ട അവസ്ഥയിൽ മാറും. അള്ളാഹു എന്താണ് അവസ്ഥ എന്ന് എനിക്കറിയില്ല. അള്ളാഹു എല്ലാവർക്കും ഐശ്വര്യം കൊടുക്കട്ടെ. പക്ഷെ ചില പ്രതീക്ഷകൾ ചില സമയത്ത് തെറ്റിപ്പോകുമ്പോ ആകെ തളർന്നു പോവാ.
നിർലോഭം കാശുള്ളവർ കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന അവസ്ഥയുണ്ടായാൽ വഉമൂറുകും ഇലാ നിസാ, വീട് ഭരിക്കുന്ന സുബൈദമാര് കടന്നു വരുന്ന കാലഘട്ടം, അന്ന് മണ്ണിന്റെ അടിയിൽ പോവലാണ് നല്ലത് എന്ന് ലോകത്തിന്റെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ എല്ലാ കാര്യം പെണ്ണുങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അന്ന് പിന്നെ ഭൂമിന്റെ അടിയാണ് നല്ലത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. السخي قريب من الله قريب من الناس قريب من الجنة وبعيد من النار. ധർമ്മിഷ്ഠൻ അല്ലാഹുവുമായിട്ട് അടുത്തവനാണ്, ജനങ്ങളുമായിട്ട് അടുത്തവനാണ്, സ്വർഗവുമായിട്ട് അടുത്തവനാണ്. വബഈദും മിനന്നാർ, നരകത്തെ തൊട്ട് വിദൂരമായവനുമാണ്. ദാനധർമ്മം ചെയ്യുന്ന ആള്. അല്ലാഹു ധർമ്മിഷ്ഠരിൽ നമ്മളെ പെടുത്തട്ടെ. അത് ലക്ഷ്യം കൊടുക്കണം എന്നല്ല. الذين ينفقون في السراء والضراء. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം എന്താ നമുക്ക് കൊടുക്കാൻ മടി. കുല്ലുക്കും മിൻ ആദം വആദം മിൻ തുറാബ്. നമ്മൾ മണ്ണിന്റെ മക്കളാണ്, മണ്ണിന്റെ മെറ്റീരിയലാണ് നമ്മളെ നിർമ്മിക്കാൻ ഉപയോഗപ്പെടുത്തിയത്. എങ്കിൽ മണ്ണിന്റെ ധർമ്മം, ഭൂമിയുടെ ധർമ്മം, ഭൂഗുരുത്വാകർഷണ ബലം ഉള്ളത് വാങ്ങിവെക്കുക എന്നതാണ് ഭൂമിയുടെ ധർമ്മം. അപ്പൊ അതുകൊണ്ടുണ്ടാക്കിയ ശരീരത്തിന് ഇങ്ങോട്ട് കിട്ടാനുണ്ടാവും, കൊടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല. പിന്നെ ആരാ കൊടുക്കുക? الذين يؤمنون الذين ينفقون في السراء والضراء. ക്ഷാമത്തിലും ക്ഷേമത്തിലും കൊടുക്കുന്നത് അത് കേവലം ഒരു മനുഷ്യന് സാധ്യമല്ല, അത് മുഅ്മിനിനെ പറ്റൂ. അല്ലാഹു മുഅ്മിനീങ്ങളിൽ നമ്മളെ പെടുത്തട്ടെ. അല്ലാഹു അത് തോനെ കൊടുക്കണം എന്നല്ല. മിമ്മാ യുൻഫിഖൂന, നിങ്ങൾ ചിലവഴിക്കുക നിങ്ങൾക്ക് അല്ലാഹു തന്നതിൽ നിന്ന്. الذين يؤمنون بالغيب, അല്ലാഹുവിൽ ഗൈബ് കൊണ്ട് വിശ്വസിക്കുകയും അവൻ തന്നതിൽ നിങ്ങൾ ചിലവഴിക്കുകയും ചെയ്യുക. അത് എത്ര തന്നത് അതിന്റെ അളവ് കൊടുത്താൽ മതി. അല്ലാഹു തആല ഖൈർ തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. വൽ ബഖീലു ബഈദും മിനല്ലാഹ് വബഈദും മിനന്നാസ് ബഈദും മിനൽ ജന്ന വഖരീബും മിനന്നാർ. പിശുക്കൻ എന്നാൽ അല്ലാഹുവിൽ നിന്ന് അകലെയാണ്. ബഈദും മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അകലെയാണ്. ബഈദും മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്നും അവൻ അകലെയാണ്. ഖരീബും മിനന്നാർ, നരകത്തിനോടാണ് അവൻ ഏറ്റവും അടുത്തത്. അല്ലാഹുവേ ആ വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തല്ല. ലാ തജഅൽനാ മിൻഹും. والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. സ്വർണത്തിന്റെയും വെള്ളിയുടെയും നിധികളുണ്ട്, ആളുകളുണ്ട്, എന്നാൽ അവർ അള്ളാന്റെ മാർഗത്തിൽ ചിലവഴിക്കില്ല. അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കൂല, വേറെയുള്ളവനൊക്കെ കൊടുക്കും. എന്ത് ചോദിച്ചാലും കൊടുക്കും. ഫബശ്ശിറുഹും ബിഅദാബിൻ അലീം. തൗബയുടെ 34-ാമത്തെ ആയത്ത്. അവർക്ക് നിങ്ങൾ സന്തോഷ വാർത്ത പറഞ്ഞു കൊടുക്കണം, അവർക്ക് വേദനയുള്ള അദാബുണ്ട് എന്ന് ഒരു പരിഹാസ ചുവയുണ്ട്. ഫബശ്ശിറുഹു, നബിയെ അവർക്ക് സന്തോഷ വാർത്ത പറഞ്ഞു കൊടുക്കി. അള്ളാഹ്ക്ക് വേണ്ടി ചിലവഴിക്കാത്ത ആളുകൾ, ഇഷ്ടംപോലെ കാശുണ്ട്, എന്നാ അവരോട് സന്തോഷ വാർത്ത. നമ്മൾ കളിയാക്കാന്ന് പറയും, ചൊട്ടാന്ന് പറയും, നമ്മൾ ആ ഒരു ശൈലിയാണ് ഖുർആൻ ഉപയോഗിച്ചത്. ഫബശ്ശിറുഹും, അവരോടൊന്ന് സന്തോഷ വാർത്ത പറഞ്ഞു കൊടുത്താളി, നിങ്ങൾക്ക് നാളെ നരകാണ് കേട്ടോ എന്ന്. അല്ലാഹുമ്മ ലാ തജ്അൽനാ മിൻഹും. ലാ തഖ്ബൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല 3 കാര്യങ്ങളെ ഇല്ലാ മാ സലാത്ത്, 3ഓട് കൂടിയല്ലാതെ. അതിൽ ഒന്ന് മാത്രം ചർച്ച ചെയ്യാം ഇവിടെ. ലാ തുഖ്ബലുസ് സ്വലാത്ത് ഇല്ലാ മഅസ് സകാത്ത്. ധനമെടുത്തു കൊടുക്കാതെ, കാശ് കൊടുക്കാതെ, സദഖ സകാത്ത് നിർവഹിക്കാതെ നിന്റെ നിസ്കാരം പോലും റബ്ബിന് വേണ്ട. എല്ലാ നിസ്കാരക്കാരാവല്ലേ, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇല്ലാ മഅസ് സകാത്ത്, സകാത്ത് കൊടുക്കാത്തവന്റെ നിസ്കാരം അല്ലാഹുക്ക് വേണ്ട എന്ന് സമ്പത്തുമായി വിഷയമാണ് നമ്മൾ ഈ ചർച്ച ചെയ്തൊക്കെ. ഇതാ ലഹറത്ത് ബി, ഒരു സമുദായത്തിൽ പുലർന്നു വന്നാൽ ഫാഹിഷ ലഹറ ഫീഹിൽ ഔജഉല്ലതി ലം തകുൻ ഫീ അസ്ലാഫിഹിം, പൂർവികരിൽ കാണാത്ത ഒരുപാട് രോഗങ്ങളെ അല്ലാഹു സകാത്തും സദഖയും ഫാഹിഷത്തും വളർന്നു വരുന്ന നാട്ടിൽ അല്ലാഹു നൽകുമെന്ന്.
ഇദാ മുനിഅത് സകാത്ത്, സകാത്ത് ഒരാൾ കൊടുക്കാതിരുന്നാൽ അല്ലാഹു ആ നാട്ടിലേക്ക് മഴ നൽകില്ല എന്ന്. ആ നാട്ടിലേക്ക് തന്നെ മഴ കൊടുക്കൂല. സകാത്ത് തടഞ്ഞു വെച്ച ആളുകൾ കാശ് നന്മക്ക് വേണ്ടി ഫീസബീലില്ലയിൽ ചിലവഴിക്കാതിരുന്നാൽ അല്ലാഹു ആ നാട്ടിലേക്ക് മഴ കൊടുക്കില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു എന്ന് പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ ശിദ്ദത്തു മുഅന, ചെലവ് കൂടും. കാശിന്റെ ജോലിയൊക്കെ ഉണ്ട്, ചെലവോട് ചെലവാ ഉസ്താദ്. എന്താ പറയാ, രാവിലെ കുട്ടി അങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ 500 രൂപ എന്നും ഡെയിലി. എന്തുകൊണ്ടാ സകാത്ത് തടയുന്നവർ, നന്മക്ക് വേണ്ടി വിനിയോഗിക്കാത്തവർ എത്ര അക്കൗണ്ടിൽ വെച്ചാലും സെക്കൻഡുകളെ കൊണ്ട് തീർന്നു പോകും. നബി തങ്ങൾ പറയുന്നു ശിദ്ദത്തു മുഅന, ചെലവ് കൂടുന്നതാണ്. ഒരാളും സദഖ ചെയ്തിട്ട് പാപ്പരായി പോയിട്ടില്ല, എന്നാൽ പിടിച്ചു വെച്ചതുകൊണ്ട് ധനാഢ്യനുമായിട്ടില്ല. വതുസല്ലിതുല്ലാലിം, അക്രമിയായ ഭരണാധികാരികൾ കടന്നു വന്നില്ലേ, അനുഭവിക്കുന്നില്ലേ നമ്മൾ ഇന്ന്? പ്രതിപക്ഷമൊന്നും ഇല്ലല്ലേ, പ്രതിപക്ഷത്തും വേണ്ട, അനുഭവിക്കാൻ എല്ലാരും. എന്തിനാ പ്രതിപക്ഷം? ഭരണപക്ഷം തന്നെ മതി. വതുസല്ലിതുല്ലാലിം, അക്രമികൾ ഇവിടെ കടന്നു വരും. നന്മക്ക് വേണ്ടിയുള്ള ശാരീരികവും ഭൗതികവും സാമ്പത്തികവുമായ സമർപ്പണങ്ങൾ കുറഞ്ഞാൽ ലാലിമീങ്ങളായ ഭരണാധികാരികൾ വരും. വസവാദുൽ വജ്ഹി, മുഖം കറുത്തവരായിരിക്കും. ടെൻഷനാണ്, എല്ലാവർക്കും ടെൻഷനാണ്. ഒരു വരിഞ്ഞു മുറങ്ങിയ മുഖം, ഒരു സന്തോഷമായിരിക്കില്ല. എന്തുകൊണ്ട്? എവിടെയോ സമ്പത്തിൽ നമ്മൾ ചില കണക്കുകൂട്ടലുകളെ തെറ്റിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നീതി നഷ്ടപ്പെടും. പിൻതലമുറ മുൻതലമുറയെ നയിക്കാൻ തുടങ്ങും. കാലങ്ങളിവിടെ എല്ലാം കൊണ്ടു നടന്ന നന്മയുടെ വക്താക്കളെ തള്ളിപ്പറയുന്ന ചെറുപ്പക്കാർ നാട്ടിൽ കടന്നു വരുന്നത് സകാത്തും അതുപോലുള്ള സാമ്പത്തിക സ്രോതസ്സുകളെ തടഞ്ഞു വെക്കുന്ന കാലഘട്ടത്തിൽ സംഭവിക്കാൻ പോകുന്നതാണ്. അതുപോലെ മൗത്തുൽ ഫുജാ, പെട്ടെന്നുള്ള മരണവും സംഭവിക്കുന്നതാണ്. എത്രയാ ഉള്ളത്? കുട്ടികൾ ആ വാപ്പമാരാ ഉമ്മമാര് പറയുന്നത് കേൾക്കില്ല. ഒളിച്ചോട്ടങ്ങൾ വർദ്ധിക്കുന്ന കാലത്ത് ഈ ഹദീസ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഇദാ മുനിഅത് സകാത്ത്, സകാത്ത് തടഞ്ഞു വെക്കുന്ന, സമ്പത്ത് നന്മക്ക് വേണ്ടി വിനിയോഗിക്കാത്ത ബാപ്പയുടെ മക്കൾ ഒളിച്ചോടിപ്പോയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. പൈസ കൊടുക്കുന്നുണ്ടാവും, ഓക്കെ, 5000 ഡ്രസ് വാങ്ങാൻ 70,000 ഡൊണേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ഫീസബീലില്ലയിൽ വാപ്പ കൊടുത്തിട്ടില്ല. അവിടെയാ പ്രശ്നം. ആ കുട്ടി ഒളിച്ചോടിപ്പോകും ഉറപ്പന്നെ. സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് ഇന്നി ഉഖാതിലു മൻ ഫറഖ അസ്സലാത വസ്സകാത്ത്. നബി തങ്ങൾ വഫാത്തായപ്പോ ഇനി സകാത്ത് ഒന്നും വേണ്ട, നിസ്കാരം മാത്രം മതി എന്ന് പറഞ്ഞ് നിസ്കാരത്തെയും സകാത്തിനെയും മാറ്റി നിർത്തിയപ്പോഴാണ് വാളെടുത്തിട്ട് രണഭൂമിയിലേക്ക് ഇറങ്ങിക്കൊണ്ട് മുന്നിൽ ഇറങ്ങി നിന്ന് പറഞ്ഞത് സിദ്ദീഖ് തങ്ങൾ ഇന്നി ഉഖാതിൽ, ഞാൻ യുദ്ധം ചെയ്യാൻ പോവാണ്. മൻ ഫറഖ അസ്സലാത വസ്സകാത്ത്, നിസ്കാരത്തെയും സകാത്തിനെയും വെവ്വേറാക്കിയ ആളുകളോട്. ഉമർ റളിയല്ലാഹു തആല അൻഹു മുന്നിൽ ചെന്ന് ചോദിച്ചു, ഉമർ ചോദിച്ചു സിദ്ദീഖ് തങ്ങളോട്, തുഖാതിലു മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് അതുഖാതിലു, സിദ്ദീഖ് എന്നവരെ ആർക്കെതിരെയാ പടപ്പുറപ്പാട്? ആർക്കെതിരെയാ നിങ്ങൾ യുദ്ധം ചെയ്യാൻ പോകുന്നത്? ആർക്കെതിരെയാ ഖഡ്ഗം ഉയർത്തിപ്പിടിച്ചത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളുകൾക്കെതിരെ യുദ്ധം ചെയ്യാൻ പാടില്ലല്ലോ. സിദ്ദീഖ് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മറുപടി, ലൗ മനഊനി ഗിനാഖ ബഗീരിൻ തുദാഫിഊനഹു ഫീ സമാനി റസൂലില്ലാഹ്, ഒട്ടകത്തിന്റെ നിസാബത്തേറ്റ് റസൂലുള്ളാഹിന്റെ കാലത്ത് സദഖയായി സകാത്തായിട്ട് ഹബീബിലേക്ക് സമർപ്പിക്കുന്ന ആ ഒട്ടകത്തെ തരാതിരിക്കുക എന്നല്ല, ആ ഒട്ടകത്തിന്റെ കയറ് തരാതിരുന്നാൽ പോലും കൊണ്ടുപോരാൻ സഹായമാകുന്ന ഒട്ടകത്തിന്റെ ആ കഴുത്തിൽ കെട്ടിയ കടിഞ്ഞാണ് പോലും നബി വഫാത്തായതല്ലേ, ഇനി ഞാൻ തരില്ല എന്ന് പറഞ്ഞാൽ അവനോട് പോലും ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞ സയ്യിദുനാ സിദ്ദീഖ് റഹിമഹുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു. അതാണ് സകാത്ത്. അത്ര ഗൗരവമായിരുന്നവർക്ക്, അത്ര പ്രാധാന്യമായിരുന്നു. നമ്മുടെ സദസ്സുകളൊക്കെ കോൽമുട്ടകൾ ലേലം ചെയ്ത് നമ്മുടെ ദീനീയ സ്ഥാപനങ്ങളൊക്കെ കഷ്ടപ്പെട്ട് വഖഫ് ചെയ്ത് ബാക്കിയുള്ളത് ആളുകളിൽ പിരിച്ചെടുത്ത് ആര് പഠിപ്പിച്ചു തന്നതാണിത്? അബീ ഖുബൈസ മലയാണ് ഒരിക്കൽ അള്ളാന്റെ ഹബീബിനോട് പറഞ്ഞത്, ഹബീബേ എന്തിനാ നിങ്ങൾ നരകിക്കുന്നത്? ഞാൻ സ്വർണമായിട്ട് വന്നാൽ എന്നെ ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് ദീനീ ദഅവത്ത് ചെയ്തുകൂടെ?
അള്ളാന്റെ ഹബീബ് പറഞ്ഞത്, മോചിസത്ത് കൊണ്ട് നീ എന്റെ മുമ്പിൽ സ്വർണമായി മാറിയാൽ ഞാൻ ചെയ്യുന്ന ദീനീ ദഅവത്തിന് എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് പിൻതലമുറയിലേക്ക് പോവട്ടെ, ഞാൻ വഫാത്തായാൽ പിന്നെ മോചിസത്തില്ലല്ലോ. അതുകൊണ്ട് എന്റെ ശേഷം ദീനീ ദഅവത്ത് നടക്കണം. അതുകൊണ്ട് നീ എന്റെ മുമ്പിൽ മോചിസത്തിന്റെ സ്വർണമലയാവണ്ട, ഞാൻ പിരിച്ചോളാമെന്ന് പറഞ്ഞു. ഓരോ യുദ്ധത്തിനും ഓരോ ആവശ്യത്തിനും സഹാബത്തിന്റെ കയ്യിൽ നിന്ന് നീട്ടി വാങ്ങിയ കാശ് കൊണ്ടാണ്, നാണയത്തൊട്ടുകൾ കൊണ്ടാണ് അള്ളാന്റെ ഹബീബ് ദീനീ പ്രവർത്തനം നടത്തിയത്. ചെറുപ്പക്കാരികൾ ഈ ഒരു സംരംഭത്തെ പുച്ഛിച്ചതല്ല, ലേലത്തെ പുച്ഛിച്ചതല്ല. അതല്ലാന്റെ ഹബീബ് കാണിച്ച ചര്യയാണ്, അവിടത്തെ സുന്നത്താണ്. അബീ ഖുബൈസ് പർവ്വതത്തിനോട് പറഞ്ഞതിന്റെ മോചിസത്തിന്റെ സ്വർണ്ണമല വേണ്ട, അങ്ങനെ ഞാൻ ദീനീ ദഅവത്ത് നടത്തിയാൽ എന്റെ പിൻതലമുറകൾക്ക് ഞാൻ റോൾ മോഡലാവണം. നാളെയും അവർ ദീനീ ദഅവത്ത് ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നടത്തണം. ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് എല്ലാവരും ദീനീ ദഅവത്തിന്റെ സംഭാവനകൾ കൊടുക്കട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. اللهم اجعلنا منهم اللهم اجعلنا منهم يا رب العالمين. ഒരു സഹോദരൻ ഒരുപ്പ 2000 രൂപ ഈ സദസ്സിലേക്ക് തന്ന് നല്ലൊരു ഉദ്ദേശം സദസ്സ് സമർപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉദ്ദേശം സാധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. വലിയൊരു സദഖയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എന്ത് മുറാദാണോ, എന്ത് വിഷമാണോ, അങ്ങനെ തന്നെ പറഞ്ഞ ചെറിയ വിഷമുണ്ട്, ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയത്തിന്റെ ഡെപ്തിൽ കിടക്കുന്ന സബ്ജക്റ്റുകളെ, വിഷയങ്ങളെ അറിയുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണുകളുടെ ചാഞ്ചാട്ടം പോലും തിരിച്ചറിയുന്നവനാണ്. അല്ലാഹു അവരുടെ ഉദ്ദേശങ്ങളെ സാധിപ്പിച്ചു കൊടുക്കട്ടെ, പ്രയാസം തീർത്തു കൊടുക്കട്ടെ. പ്രയാസം അല്ലാഹു സുബ്ഹാനഹു നമ്മളുടേതും എല്ലാവരുടെയും മുഅ്മിനീങ്ങളുടെ പ്രയാസങ്ങൾ അല്ലാഹു തആല തീർത്തു കൊടുക്കട്ടെ. ഉസ്താദ്